ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. നമുക്കൊരു 5 മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവരും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. So once again, welcome back to the session, everyone. And finally, we are in the 4th day of our marathon session. And over the past 3 days, നമ്മുടെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഏരിയാസും റിവൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. ആൻഡ് എല്ലാ ഏരിയാസിനെയും ബേസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ബാക്കിയുള്ള ഏരിയാസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്ന് നമുക്ക് കുറേ റാൻഡം ടോപ്പിക്സ് ആണ് നോക്കാനായിട്ടുള്ളത്. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഏരിയാസിൻ്റെ എല്ലാം ഒരു മേജർ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് റിവിഷൻ കിറ്റിൻ്റെ അത് കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഈ ഏരിയാസിനെ കുറിച്ചിട്ട് ചെയ്യാനായിട്ട്. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇതാണ്, നമുക്ക് ചിലപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ടാവാം. സോ വി ആർ ഗോണ കവർ ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്. ആൻഡ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ഏരിയാസ് റിവൈസ് ചെയ്യാനുണ്ട്. കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് ആ തിയറി മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആദ്യമേ റിവൈസ് ചെയ്യാം. ആൻഡ് തിയറീസ് റിവൈസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആൻഡ് മെയിൻലി നമ്മളിങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും, ഫുൾ തിയറീസ് റിവൈസ് ചെയ്തിട്ടല്ല, തിയറീസ് റിവൈസ് ചെയ്തുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഓൾറൈറ്റ്. സോ യെസ്, നമ്മളപ്പോൾ ഇന്ന് ഏതൊക്കെ ഏരിയാസാണ് പഠിക്കാനായിട്ടുള്ളതെന്ന് നോക്കാം. നമ്മൾ ഓഡിറ്റ് റിസ്ക് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള കേസ് ഡിസ്കസ് ചെയ്തതായിരുന്നു. ബിസിനസ് റിസ്ക് ആൻഡ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്താണ്. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഡിസ്കസ് ചെയ്തു. ഫെർദർ ആക്ഷൻ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ ഓഡിറ്റ് എവിഡൻസ്, ഫെർദർ പ്രൊസീജിയേഴ്സ്, ദെൻ ക്രിട്ടിക്കൽ അപ്രൈസൽ. അപ്പോൾ ഇത്രയും ഏരിയാസ് ആയിരുന്നു നമ്മൾ ഓൾറെഡി തീർത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എത്തിക്സിൻ്റെ ഏരിയയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതർ ദാൻ ദിസ് നമുക്ക് ഈ കിടക്കുന്ന ഈ എല്ലാ ഏരിയാസും ഇന്ന് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഏരിയാസാണ്. സോ ലെറ്റ്സ് ക്വിക്ക്ലി ഗോ ത്രൂ ദ അതർ ഏരിയാസ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ഓഡിറ്റ് ഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് നോക്കാം. സോ അപ്പോൾ ആദ്യമേ നമ്മൾ ക്വിക്ക്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് വിത്ത് റിഗാർഡിംഗ് ദ ഏരിയ ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പം അഡ്വർടൈസ്മെൻറ്റിൻ്റെ തിയറിറ്റിക്കൽ ഏരിയ നമുക്ക് ആദ്യമേ റിവൈസ് ചെയ്യാം. അതേപോലെ തന്നെ റിലേറ്റിംഗ് ടു ദാറ്റ് നമുക്ക് നേരെ വരുന്ന ഏരിയ ആണ് ഓഡിറ്റ് ഫീസും. ഓഡിറ്റ് ഫീസിൻ്റെ ഏരിയയും ഒപ്പം നമുക്ക് റിവൈസ് ചെയ്ത് പോവാം. സോ ബേസിക്കലി അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഏരിയക്കകത്ത് ACCA റൂൾ ബുക്ക് പ്രകാരം നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഏതൊരു ACCA മെമ്പർക്കും അവരുടെ സർവീസ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അഡ്വർടൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ജനറൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്, നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം, ദർ ഇസ് നോ ഇഷ്യൂസ് ഫോർ ദാറ്റ്. പക്ഷേ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ACCA മെമ്പറിനെയോ ACCAനെയോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊഫഷൻ ആസ് എ ഹോളോ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലാവരുത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്. അതേപോലെ തന്നെ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നതിൻ്റെ എയിം എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്, മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സർവീസിനെ കുറിച്ച് നമ്മൾ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം, പകരം മറ്റൊരാളെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാവരുത്. ദെൻ നമ്മൾ പഠിച്ചു, ഒരു ACCA മെമ്പർക്ക് അവരുടെ പേരിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ അവരുടെ പേര് എപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു അവിടെയെല്ലാം ACCA അല്ലെങ്കിൽ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ഒരു ഫെല്ലോ മെമ്പറാണ് ഹു ഇസ് ഹാവിങ് മോർ ദാൻ 5 years ഓഫ് എക്സ്പീരിയൻസസ് പ്രാക്ടീസിങ് ACCA, അങ്ങനെയാണ് അവർക്ക് FCCA ഇങ്ങനെയുള്ള ടേംസ് അവരുടെ പേരിൻ്റെ കൊടുത്ത് യൂസ് ചെയ്യാം. പക്ഷേ ഇൻ കേസ് എങ്ങാനും നിങ്ങളിപ്പോൾ ഒരു കമ്പനി ആയിട്ട് ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റീനെ രജിസ്റ്റർ ചെയ്തു, അങ്ങനെയാണ് കമ്പനിയുടെ പേരിൻ്റെ കൂട്ടത്തിലോ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ പേരിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ കമ്പനിയുടെ ഇമെയിൽ ID-യിലോ ഒന്നും ACCA എന്നുള്ള ടേം യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ നമ്മൾ പഠിച്ച കാര്യമായിരുന്നു പ്രാക്ടീസിങ് ഫേം ആണ്. അതായത് ഒരു ഫേം എന്ന് പറഞ്ഞാൽ എന്താ, ഫേം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ പാർട്ണർഷിപ്പ്. ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫേമിൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ ഫേം ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ACCA പ്രാക്ടീസ് ഇങ്ങനെയുള്ള പേരുകൾ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മളവിടെ ഒരു റൂള് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി പാർട്ട്നേഴ്സ് ആ ഫേമിലുള്ളവർ ACCA മെമ്പേഴ്സ് ആയിരിക്കണം.
അതേപോലെ തന്നെ മോർ ദാൻ 51% ഓഫ് വോട്ടിംഗ് റൈറ്റ്സും അവർക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് അവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ ACCA അല്ലെങ്കിൽ ഫേം ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ഫേം ഓഫ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ACCA പ്രാക്ടീസ് എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പറ്റുക. ഇനി ഒരു ഫേമിലെ 100% പാർട്ട്നേഴ്സും ACCA മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, മെമ്പേഴ്സ് ഓഫ് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് പ്രൊഫഷണൽ സ്റ്റേഷനറിയിൽ വയ്ക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഒരു മിക്സഡ് ഫേമാണ്, അതായത് മൾട്ടിപ്പിൾ പ്രൊഫഷണൽ ബോഡിയിലെ ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെയായിരിക്കണം പറയേണ്ടത്? ദ പാർട്ട്നേഴ്സ് ഓഫ് ദിസ് ഫേം ആർ മെമ്പേഴ്സ് ഓഫ് ഈദർ ACCA ഓർ ഡാഷ്, അതായത് ഏതൊക്കെയാണോ പ്രൊഫഷണൽ ബോഡീസ്, ആ പ്രൊഫഷണൽ ബോഡീസിൻ്റെ പേരായിരിക്കണം അവിടെ വെക്കേണ്ടത്. ഇനി ലോഗോ യൂസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു, ഒരു ACCA ആയിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഒരു ഫേമിൽ ACCA ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫേമിൻ്റെ കുറേ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ACCAയുടെ ലോഗോ യൂസ് ചെയ്യാനായിട്ട് പറ്റും. മെയിൻലി പ്രൊഫഷണൽ സ്റ്റേഷനറി സജസ് വിസിറ്റിംഗ് കാർഡ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ACCAയുടെ ലോഗോ വെക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞു ACCAയുടെ ലോഗോ വെക്കുന്ന സമയത്ത് ACCAയുടെ ലോഗോയും നിങ്ങളുടെ ഫേമിൻ്റെ ലോഗോയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവണം. ACCAയുടെ ലോഗോയുടെ പൊസിഷനും സൈസും കളറും എല്ലാം അത് ACCAയുടെ തന്നെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ദെൻ നമ്മൾ അതേപോലെ തന്നെ പ്രാക്ടീസിങ് ഫേമിൻ്റെ പേരിടുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു, നമ്മുടെ പ്രാക്ടീസിങ് ഫേമിൻ്റെ പേര് നമ്മുടെ പ്രൊഫഷനുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. അതേപോലെ തന്നെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പേരുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഗവൺമെൻറ് ബോഡിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു പ്രൊഫഷണൽ ബോഡിയുടെ ഒക്കെ പേരുമായിട്ട് റിലേഷനുള്ള രീതിയിലോ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ പേരുകൾ ഇടാൻ പാടില്ല. ഓൾറെഡി ഉള്ള ഒരു ഫേമിൻ്റെ പേര് നമ്മൾ ഫേം നെയിമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങളൊരു സോൾ പ്രാക്ടീഷണറാണ്, ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ ഫേമായിട്ടല്ലാണ്ട് റൺ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ പർട്ടിക്കുലർ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ ആൻഡ് പാർട്ട്നേഴ്സ് എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അത് മിസ്ലീഡിംഗ് ആയിരിക്കും. സോ ഈ കാര്യങ്ങളായിരുന്നു അഡ്വർടൈസിങ് റൂൾസ് ആയിട്ട് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഒന്ന് കമൻറ്റിലിട്ടേ, ഓർമ്മയുണ്ടോ? ഇനി അതേപോലെ തന്നെ നമ്മൾ ഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ച കാര്യമായിരുന്നു, നമ്മൾ ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ടുള്ള എത്ര എമൗണ്ട് വേണേലും ഒരു ACCA മെമ്പർക്ക് ഫീസായിട്ട് ചാർജ് ചെയ്യാം, നോ പ്രോബ്ലം ഫോർ ദാറ്റ്. പക്ഷേ ഫീസിനൊരു അപ്പർ ലിമിറ്റ് ACCA വെക്കുന്നില്ലെങ്കിലും ഒരു ലോവർ ലിമിറ്റ് വെക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എത്രയാണോ ഒരു പർട്ടിക്കുലർ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാവുന്ന കോസ്റ്റ്, ആ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീസ് ആയിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞിരുന്ന റൂളായിരുന്നു, നമ്മളൊരു സർവീസ് കൊടുക്കുന്ന സമയത്ത് ആ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കാവുന്ന കോസ്റ്റ് എത്രയാണോ അത് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി ഒരു വർക്ക് അണ്ടർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലയൻറ്റുമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എത്രയാണോ നമുക്ക് ഫീസ് വേണ്ടതെന്ന്, ആ ഫീസ് ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ വർക്ക് പെർഫോം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര ഫീസാണോ വേണമെന്ന് തോന്നുന്നത് അത് ചാർജ് ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ, ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ ഓഡിറ്റ് ആണ്, അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ നോർമലി എല്ലാവരും ചാർജ് ചെയ്യുന്ന ഫീസ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചാണ് നിങ്ങൾ ഫീസ് ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം അഡീഷണലി കൺസിഡർ ചെയ്യാൻ. നമ്മുടെ ഈ വർക്കിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുന്ന ആളുകളുടെ സീനിയോറിറ്റി കൺസിഡർ ചെയ്യണം. ഓരോരുത്തരും എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക ഈ വർക്കിന് വേണ്ടിയിട്ട്. ഓരോരുത്തരും ഈ വർക്കിന് വേണ്ടിയിട്ട് എത്രത്തോളം റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നുണ്ട്. ക്ലയൻറ്റിനെ സംബന്ധിച്ച് ഈ വർക്ക് എത്രത്തോളം അർജൻറ്റ് ആണ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ക്ലയൻറ്റിന്. ഓഡ് എക്സ്പെൻസസ് എന്തൊക്കെ ഇൻകർ ആവും, അതായത് ട്രാവൽ, ഫുഡ് ആൻഡ് അതർ എക്സ്പെൻസസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ വർക്കിൻ്റെ ഫീസ് ഡിറ്റർമൈൻ ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ACCA റൂൾ ബുക്ക് പ്രകാരം പെർസെൻറ്റേജ്, കണ്ടിജൻറ്റ് ആൻഡ് സിമിലർ ബേസിസിലൊന്നും ഫീസ് ചാർജ് ചെയ്യാൻ പാടില്ല. ലോ ബോർഡിംഗ് റെഫറൽ ഫീസ് ഒന്നും അലൗഡ് അല്ല. ഇനി നമ്മളോട് പറഞ്ഞു ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ അവർലി റേറ്റിനനുസരിച്ച് ഫീസ് ചാർജ് ചെയ്യാം. അതായത് ഓഡിറ്റേഴ്സ് എത്ര അവേഴ്സ് ആണോ ഈ എൻഗേജ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അത് മൾട്ടിപ്ലൈഡ് ബൈ അവർലി റേറ്റ്, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഓഡിറ്റ് ഫീസ് ആയിട്ട് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ്ലി അവിടെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഒരു ഫേമിന് ഇൻ കേസ് എങ്ങാനും ഫീസ് റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആസ് പാർട്ട് ഓഫ് പ്രൊമോഷൻ ആൻഡ് ഓൾ ഫീസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. സോ ദേ ആർ അലൗഡ് ടു റെഡ്യൂസ് ദ ഫീസ്. പക്ഷേ അവിടെയുള്ളൊരു ക്രൈറ്റീരിയ ഇതാണ്, even if you reduce the fees there is no issues, but it should not affect the audit engagement's quality. Quality of the engagement affected ആവാത്ത രീതിയിൽ ഫീസ് റെഡ്യൂസ് ചെയ്തോ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ആ ഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ബിലീവ് യു റിമെമ്പർ. ഓർമ്മയുണ്ടോ മക്കളെ എല്ലാവർക്കും? ഓക്കെ, അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ തിയററ്റിക്കൽ ഏരിയ നമ്മൾ പഠിച്ച് അഡ്വർടൈസ്മെൻറ്റും ഓഡിറ്റ് ഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ക്വിക്ക്ലി നമ്മളത് പറഞ്ഞു പോയിന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സാൻസിയോ എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് ആകെ അഡ്വർടൈസ്മെൻറ്റിനെ ബേസ് ചെയ്ത് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ് കിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ, സാൻസിയോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ആൻഡ് ഇവിടെ നമ്മുടെ എക്സാമിനർ ചോദിച്ചെന്ന് റിക്വയർമെൻറ്റ് ഇതായിരുന്നു, യൂസിങ് ദി ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ എക്സിബിറ്റ് 1 കമൻറ്റ് ഓൺ സ്യൂട്ടബിലിറ്റി ഓഫ് ദി അഡ്വർടൈസ്മെൻറ്റ് ഡിസ്കസിങ് എനി എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് റേസ്ഡ്. നമ്മളോട് പറഞ്ഞു ഇവിടെ തന്നേക്കുന്ന ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തേക്കുന്നത് സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യം നോക്കണം.
അവിടെ എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെ അഡ്വർടൈസ്മെൻറ്റിനുള്ളതെന്ന് നോക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, പ്രൊഫഷണൽ ഇഷ്യൂസും അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണുള്ളതെന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് ഒന്ന് ക്വിക്ക്ലി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് R&Co എന്ന് പറയുന്നൊരു ഫേം ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ആണ്. 12 ഓഫീസും 30 പാർട്ട്നേഴ്സും ആണുള്ളത്. ഔട്ട് ഓഫ് വിച്ച് 10 മെമ്പേഴ്സ് ACCA മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. സോ 30 പാർട്ട്നേഴ്സിൽ 10 മെമ്പേഴ്സാണ് ACCA മെമ്പേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. എന്ന് നമുക്ക് ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് അവർ തന്നിട്ടുണ്ട്, ഈ ഒരു പർട്ടിക്കുലർ ചാർട്ടിൻ്റെ അകത്ത് തന്നേക്കുന്നത്. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അഡ്വർടൈസ്മെൻറ്റിനെ ക്രിട്ടിക്കലി അപ്രൈസ് ചെയ്യാനായിട്ട്. സോ അവർ പറഞ്ഞു നോക്കിയേക്കേ, have you had enough of your accountant charging you too much for the poor quality services? Does your business need a kickstart? Look no further. R&Co provides most comprehensive range of finance and accounting services in the country, as well as having the leading tax team in the country who are just waiting to save you money. അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് തരുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് എന്താ, നമ്മളിപ്പോൾ പറഞ്ഞ അഡ്വർടൈസിങ് റൂൾസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. മിസ്ലീഡിങ് ഫാക്ട്സ് അല്ലെങ്കിൽ വിത്തൗട്ട് ഹാവിങ് ഫാക്ച്വൽ എവിഡൻസ് അവരെന്തെങ്കിലും വെറുതെ പറഞ്ഞു പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങളോട് അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ചോദിച്ചേക്കുന്നത്, എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം, എത്തിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ സിനാരിയോയ്ക്കകത്ത്, ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസേഴ്സ് പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ റൂളിന് എഗനിസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. ഫസ്റ്റ് തന്നെ നമുക്കറിയാം, ഹാവ് യു ഹാഡ് ഇനഫ് ഓഫ് യുവർ അക്കൗണ്ടൻറ്റ് ചാർജിങ് ടു മച്ച് ഫോർ ദ പുവർ ക്വാളിറ്റി സർവീസസ്. അതെന്താ അത്? ഇറ്റ് ഈസ് ലൈക്ക് ഡിസ്ക്രെഡിറ്റിംഗ് അതർ പ്രൊഫഷണൽസ് അല്ലേ. ബാക്കിയുള്ളവർ ടു മച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്നുണ്ടോ പുവർ ക്വാളിറ്റി സർവീസിനെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലിറ്ററലി അവരവിടെ എന്താ പറയാൻ ശ്രമിക്കുന്നത്, ബാക്കിയുള്ളവരുടെ ക്വാളിറ്റി ഓഫ് ദി വർക്ക് മോശമാണെന്ന് പറയുന്നു, ബാക്കിയുള്ളവർ ഹൈ ഫീസാണ് ചാർജ് ചെയ്യുന്നതെന്ന് പറയുന്നു. സോ ലിറ്ററലി ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് അഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് ദി എൻഗേജ്മെന്റ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ളവർ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അവിടെ അഡ്വർടൈസ് ചെയ്തേക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ്, ദ എയിം ഓഫ് അഡ്വർടൈസ്മെന്റ് ഷുഡ് ബി ടു ഇൻഫോം അതേഴ്സ് അബൌട്ട് ദ സർവീസസ് വിച്ച് വി ഓഫർ റാദർ ദാൻ ടു ഇംപ്രസ് അതേഴ്സ്. പക്ഷെ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഇവർ എന്താണോ ഇവിടെ അഡ്വർടൈസ്മെൻറ്റിനകത്ത് പറയുന്നത് അത് ശരിക്കും ബാക്കിയുള്ളവരെ ഇൻഫോം ചെയ്യുന്ന രീതിയിലല്ല, ഇംപ്രസ് ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻറ്റ് റൂളായിരുന്നു, അഡ്വർടൈസ്മെൻറ്റ് മറ്റൊരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇവിടെ ഇവർ ലിറ്ററലി ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എഗൻസ്റ്റ് അഡ്വർടൈസിങ് റൂൾസ്. അപ്പോൾ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ആൻസർ എഴുതേണ്ട പാറ്റേൺ എന്ന് പറയുന്ന എക്സാമിനറും പറയുന്ന ഇതാണ്, ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്താ ഇഷ്യൂ എന്ന്, ആ ഇഷ്യൂ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുക, കറക്റ്റീവ് ആക്ഷൻ എന്താണെന്നുള്ളത് പറയാം. ഇവിടുത്തെ കറക്റ്റീവ് ആക്ഷൻ എന്തായിരിക്കും, അത് റിമൂവ് ചെയ്യണം എന്നുള്ളതായിരിക്കും കറക്റ്റീവ് ആക്ഷൻ. അടുത്തത് നിങ്ങളോട് പറയുന്നുണ്ട്, അവർ ദേ ഹാവ് ദ ലീഡിങ് ടാക്സ് ടീം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കൺട്രിയിലെ ഏറ്റവും വലിയ ഫേം അവരാണോ? അല്ല. സോ ലീഡിങ് ടാക്സ് ടീം ആണെന്ന് പറയാനായിട്ട് എന്തെങ്കിലും മെഷർമെൻറ്റ് എന്തെങ്കിലും അവൈലബിൾ ആണോ ഇപ്പോൾ ആസ് ഓഫ് നൗ? അല്ല. അപ്പം ലീഡിങ് ടാക്സ് ടീം എന്ന് പറയുന്ന ടേം നമുക്ക് വിത്തൗട്ട് ഹാവിങ് റീസണബിൾ ഗ്രൗണ്ട്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ബാക്കിയുള്ളവരെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതും നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയാം, റിമൂവ് ചെയ്യണം എന്ന് പറയാം. അതേപോലെ തന്നെ നമ്മളോട് ഇവിടെ പറയണം, മോസ്റ്റ് കോംപ്രിഹെൻസീവ് റേഞ്ച് ഓഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് സർവീസസ് അവരാണ് കൺട്രിയിൽ ഓഫർ ചെയ്യുന്നത്. സോ ലിറ്ററലി ബൈ യൂസിങ് ജസ്റ്റ് 12 ഓഫീസ് ആൻഡ് 30 പാർട്ട്നേഴ്സ് ഒരു കൺട്രിയിലെ ഏറ്റവും കോംപ്രിഹെൻസീവ് സർവീസ് അവരായിരിക്കും കൊടുക്കുന്നത് പറയാൻ പറ്റുമോ? ചിലപ്പോൾ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം, അതായത് ഓൺ ദ ബേസിസ് ഓഫ് ആക്ച്വൽ ഫിഗേഴ്സ് ആണെങ്കിൽ പറയാം. അല്ലാണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് മിസ്ലീഡിംഗ് ആണ്, അത് റിമൂവ് ചെയ്യണം എന്ന് പറയാം. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് R&Co ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. നമ്മൾ റൂളിൽ പഠിച്ചതായിരുന്നു, ഔട്ട് ഓഫ് ടോട്ടൽ പാർട്ട്നേഴ്സ് more than half of the partners should be ACCA members and they should be having more than 51% of voting right. ഇവിടെ അവർ പറഞ്ഞു ഔട്ട് ഓഫ് 30 പാർട്ട്നേഴ്സ് 10 പാർട്ട്നേഴ്സ് മാത്രമാണ് ACCA മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് അവർ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പറ്റില്ല. ദേ ഷുഡ് റിമൂവ് ഇറ്റ് ഫ്രം ദ അഡ്വർടൈസ്മെന്റ്. എഗൈൻ എത്തിക്കൽ ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കാം. അവർ പറയുന്നുണ്ട്, വി ആർ ഓഫറിംഗ് ഫ്രീ ബിസിനസ് അഡ്വൈസ് ടു ഓൾ ന്യൂ ഓഡിറ്റ് ക്ലയൻറ്റ്. ഓഡിറ്റ് ക്ലയൻറ്റിന് ബിസിനസ് അഡ്വൈസ് കൊടുക്കാൻ പറ്റുമോ? ലോജിക്കലി ആലോചിച്ച് നോക്കുക, എത്തിക്കൽ ത്രെട്ട് ഏതെങ്കിലും ഉണ്ടോ? പ്രൊവൈഡിങ് സർവീസസ് ടു ആൻ ഓഡിറ്റ് ക്ലയൻറ്റ്. ഏത് എത്തിക്കൽ ത്രെട്ടാണ് ക്രിയേറ്റഡ് ആവുന്നതെന്ന് പറയാം, എന്തുകൊണ്ടാണെന്ന് പറയാം, അതിൻ്റെ സേഫ് ഗാർഡ് പറയാം. ഞാനത് പറയാത്തത് നമുക്ക് ആകെ ഒറ്റ ക്വസ്റ്റനേ ഉള്ളൂ. അതുകൊണ്ട് ഇതെന്ന് തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തതുമാണ്. സോ ഇതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഏരിയ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിച്ച അഡ്വർടൈസ്മെൻറ്റിൻ്റെ റൂളും നമ്മൾ പഠിച്ചേക്കുന്ന എത്തിക്സിൻ്റെ നോളജും ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണം അഡ്വർടൈസ്മെൻറ്റിൻ്റെ ക്വസ്റ്റൻസ് ചെയ്യാനായിട്ട്. സോ ദിസ് ഈസ് ഹൗ യു വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റൻസ് ഫ്രം ദ ഏരിയ ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. ഇനി അതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ഏരിയ ആണ് നമ്മുടെ ഏരിയ ഓഫ് ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത്. സോ ഓഡിറ്റ് ഫീസിനെ ബേസ് ചെയ്ത് നമ്മുടെ അടുത്ത് ക്വസ്റ്റൻസ് ചോദിക്കും. സോ മേ ബി ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആയിരിക്കാൻ ചോദിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും നമ്മളോട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഇവിടെ തന്നെ ചോദിച്ചേക്കുന്നത് നോക്കി, അസ്യൂമിങ് വെസ്റ്റേൺ ആൻഡ് കമ്പനീസ് അപ്പോയിൻറ്റഡ് ടു പ്രൊവൈഡ് ഓഡിറ്റ് സർവീസസ് ടു ജോൺസ് കമ്പനി,
discuss the issue to be considered by the audit firm in determining a fee for the audit, including ethical matters raised. ഇവിടെ ലിറ്ററലി നമ്മളോട് ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നവർ, അല്ല 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമ്പർ 1 അവർ ചോദിച്ചെന്താ, നമ്മൾ ഇവിടെ നമ്മുടെ ഓഡിറ്റ് ഫേം ഇവിടെ ഓഡിറ്റിന് വേണ്ടി അപ്പോയിൻറ്റഡ് ആയി എന്ന് അസ്യൂം ചെയ്യുക. ഫസ്റ്റ് അവർ ചോദിച്ചേക്കുന്നത് ഓഡിറ്റ് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. രണ്ടാമതായിട്ട് അവർ പറഞ്ഞു എന്തൊക്കെയാണ് എത്തിക്കൽ ഇഷ്യൂസ് ഉള്ള എത്തിക്കൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. സോ ലിറ്ററലി 2 കാര്യങ്ങൾ നമ്മൾ പറയണം. ആദ്യമേ നമ്മൾ ഓഡിറ്റ് ഫേം ഫീസ് ഡിറ്റർമൈൻ ചെയ്യേണ്ട സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് പറയാം. രണ്ടാമതായിട്ട് എന്ത് ചെയ്യുക, എത്തിക്കൽ ഇഷ്യൂസും പറയാം. അപ്പോൾ ഒരു കാര്യം ചെയ്ത് എല്ലാവരും ജസ്റ്റ് ഈ പാരഗ്രാഫ് മാത്രം ഒന്ന് വായിച്ചു നോക്കി. വെസ്റ്റേൺ ആൻഡ് കോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 62. സോ അതിനകത്തെ എക്സിബിറ്റ് 1 ഈ പാരഗ്രാഫ് മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്നിട്ട് അവിടെ ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സും പറയാം, എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസും പറയണം. ഒന്ന് കണ്ടുപിടിച്ച എല്ലാവരും. I am looking for a firm of auditors who will give me a competitive audit fee. I am hoping that the fees will be quite low as I am willing to pay for services that I consider more beneficial to the business, such as strategic advice. I would like the audit fee to be linked to the Jones Company's success in expanding as a result of audit firm's advice. Hopefully the audit will not be too descriptive and I would like it to be completed within 4 months of the year end. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തൊക്കെയാ, എത്തിക്കൽ ഇഷ്യൂസ് അല്ല അവർ ചോദിച്ചേക്കുന്നത് കംപ്ലീറ്റ്ലി. എത്തിക്കൽ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഓഡിറ്റ് ഫീസ് ചോദിച്ചിട്ടുണ്ട്, ഓഡിറ്റ് ഫീനെ ബേസ് ചെയ്തിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂ. രണ്ടാമതായിട്ട് ഫാക്ടേഴ്സ് ടു കൺസിഡർ ബിഫോർ ഡിറ്റർമൈനിങ് ദ ഓഡിറ്റ് ഫീസ്. ഔട്ട് ഓഫ് വിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാക്ടേഴ്സ് ടു കൺസിഡർ ബിഫോർ ഡിറ്റർമൈനിങ് ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറയാ, ദ ഓഡിറ്റർ ഷുഡ് കൺസിഡർ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ബിഫോർ ഡിറ്റർമൈനിങ് ഓഡിറ്റ് ഫീ. Either the auditor can charge the fees based on a specialized area, or the fees can also be charged on the basis of the amount agreed with the client prior to the engagement, or in addition to which the fees can be charged on the basis of the work that will be undertaken by the auditor. And in case if the fees is determined on the basis of work, auditor should consider എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നേ നമ്മൾ പഠിച്ച ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഫാക്ടേഴ്സ് ടു കൺസിഡർ ബിഫോർ ഡിറ്റർമൈനിങ് ഓഡിറ്റ് ഫീസ്. ഈ ഫാക്ടേഴ്സ് വേണം നമ്മളവിടെ പറയാനായിട്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി പോവുക. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എത്തിക്കൽ ഇഷ്യൂസ് ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ ഒന്ന് പറഞ്ഞു മക്കളെ, ഇവിടെ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത്, ഒന്ന് കമൻറ്റിൽ ഇട്ട എല്ലാവരും. എന്തൊക്കെ ഇവിടെ എത്തിക്കൽ ഇഷ്യൂസ് ഓഡിറ്റ് ഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത് ഷോർട്ടായിട്ടൊന്ന് ഇട്ടാൽ മതി. ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി. എത്തിക്കൽ ത്രെട്ട് ഏതൊക്കെ ഉണ്ടാവുന്നത്, സെൽഫ് ഇൻട്രസ്റ്റോ സെൽഫ് റിവ്യൂ അഡ്വക്കസിയോ ഫെമിലിയാരിറ്റിയോ ഇൻറ്റിമിഡേഷനോ ഏതെങ്കിലും എത്തിക്കൽ ഇഷ്യൂ ഉണ്ടാവുമോ. ആൻഡ് ഔട്ട് ഓഫ് ഫീസ് ചിന്തിക്കുക, ഇവിടെ ഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂ മാത്രം പറഞ്ഞാൽ മതി. സോ നോർമലി ഫീസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക ഇവിടെ, നമുക്കറിയാം പ്രോബ്ലി ദാറ്റ് വിൽ ബി സെൽഫ് ഇൻട്രസ്റ്റഡ് അല്ലേ. ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി സിനാരിയോ അവർ നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ ഹോപ്പിംഗ് ദാറ്റ് ദ ഓഡിറ്റ് ഫീസ് വിൽ ബി ക്വൈറ്റ് ലോ. ഓഡിറ്റ് ഫീസ് ഒരുപാട് കുറച്ച് നമുക്ക് വെക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല. കാരണം ഓഡിറ്റ് ഫീസ് നമ്മൾ ഒരുപാട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ത്രെട്ടിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടാവുക, ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ദ പോസിബിലിറ്റി ഓഫ് ഹാവിങ് എ സെൽഫ് ഇൻട്രസ്റ്റഡ്. കാരണം ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ലോ ബോർഡിങ്, ശരിയല്ലേ? ബിക്കോസ് ദ ഓഡിറ്റർ വിൽ ഇനീഷ്യലി റെഡ്യൂസ് ദ ഓഡിറ്റ് ഫീസ് ആൻഡ് ദർ ആർ പോസിബിലിറ്റി ഓഫ് ഹാവിങ് റെഡ്യൂസിങ് ദ ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് എൻഗേജ്മെന്റ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ റിഡക്ഷൻ ഇൻ ദ ഓഡിറ്റ് ഫീസ്. അപ്പോൾ അവിടെ ലോ ബോർഡിങ് ത്രെട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് പറയാം. സെക്കൻഡ്ലി നമുക്ക് അതേപോലെ തന്നെ പറയാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും, അവർ പറഞ്ഞു ദേ ആർ വില്ലിംഗ് ടു ലിങ്ക് ദ ഓഡിറ്റ് ഫീസ് ടു ദ Jones Company's success in expanding overseas. So literally adanda, it is nothing but it represents the possibility of having a contingent fees, alle fees is linked to a condition, future ulla success inde basis il fees pay enna parayunnu. Angane fees condition inde basis ilana vekkunnundengil adu endilekku lead cheyum ennu parayam, it will result in contingent fees. adum again endu thaneyana self interested aanu. Kaaranam endha, ee particular success like ettan vendite കമ്പനിയുടെ ഫിനാൻഷ്യൽസിനകത്ത് അവർ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്താലും ഓഡിറ്റർക്ക് അത് പറയാൻ പറ്റാണ്ട് വരും. സോ ദാറ്റ് വിൽ ബി കണ്ടിജന്റ് ഫീസ്. അതിന് ഇവിടെ രണ്ടിടത്ത് എടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും, ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിറ്റർ ദോസ് ചാർജ് വിത്ത് ഗവൺമെൻറ് ആൻഡ് മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഫീസ് എപ്പോഴും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കണം. ആൻഡ് ദാറ്റ് വിൽ ബി adequately be enough for the auditor to cover the audit expense. In addition to which ഫീസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ബേസിസിലോ സിമിലർ ബേസിസിലോ ഒന്നും വെക്കാൻ പറ്റില്ല. അവർലി റേറ്റിൽ വേണേൽ ഫീസ് ചാർജ് ചെയ്യാമെന്ന് പറയാം. സോ ഇതായിരിക്കും നമ്മുടെ ഇവിടെ കൺക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ടാവുന്ന സേഫ് ഗാർഡ്സ്.
So this is how you'll be getting questions in the area of audit fees and advertisement. Clear ആണോ എല്ലാവർക്കും? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ക്ലിയർ ആണോ മക്കളെ? പ്രോപ്പർലി? ഓക്കെ, യാ. സോ അപ്പോൾ ഇതായിരുന്നു ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്ന ഏരിയയും അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയും. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള ഏരിയ ആണ് ടെൻഡറിങ് എന്ന് പറയുന്ന ഏരിയ. ടെൻഡറിങ്. സോ ബേസിക്കലി എന്താണ് ടെൻഡറിങ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ടെൻഡറിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. വാട്ട് യു മീൻ ബൈ ടെൻഡറിങ്? സോ ബേസിക്കലി ടെൻഡറിങ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഓഡിറ്ററായി നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഈ ക്ലയൻറ്റ് എന്താ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ നേരം ടെൻഡർ ഇൻവൈറ്റ് ചെയ്യും. സോ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഓഡിറ്ററായി നമുക്ക് ആർക്കെങ്കിലും ക്ലയൻറ്റിൻ്റെ ഓഡിറ്ററായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊപ്പോസൽ കൊടുക്കാം. സോ നമ്മൾ ഇങ്ങനെയായിരിക്കും ഓഡിറ്റ് ചെയ്യുക, നമ്മുടെ ടീമിന് ഇന്ന ആളുകളാണുള്ളത്, നമുക്ക് ഇത്ര കോസ്റ്റിനാണ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുക, ആൻഡ് നമ്മുടെ സ്പെഷ്യാലിറ്റി ഇന്ന കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടൊരു പ്രൊപ്പോസൽ കൊടുക്കും. ക്ലയൻറ്റിന് അതിലെ ഏത് ഓഡിറ്റർ കൊടുത്തേക്കുന്ന പ്രൊപ്പോസലാണോ ഇഷ്ടപ്പെടുക അതായിരിക്കും അവർ ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയായിരിക്കും അവർക്കൊരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് കിട്ടുക. സോ നിങ്ങളുടെ അടുത്ത് എക്സാമിനർ ചോദിക്കാൻ പോകുന്ന ചോദ്യം, സോ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ലൈക്ക് ദിസ്. നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത്, അതായത് വെസ്റ്റേൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പോലെ തന്നെ നമ്മളോട് ഇവിടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് നോക്കി, എക്സ്പ്ലെയിൻ ദ സ്പെസിഫിക് മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ എ പ്രൊപ്പോസൽ അതർ ദാൻ റിലേറ്റിംഗ് ടു ഓഡിറ്റ് ഫീസ്. നമ്മളോട് ചോദിച്ചു ഒരു ഓഡിറ്റ് പ്രൊപ്പോസലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട സ്പെസിഫിക് മാറ്റേഴ്സ് എന്തൊക്കെയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവർ നമ്മളോട് എന്ത് ചെയ്യാൻ പറയുന്നില്ല, ഒരു പ്രൊപ്പോസൽ ഉണ്ടാക്കാൻ പറയുന്നില്ല, ഒരു പ്രൊപ്പോസലിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് നമ്മളോട് ചോദിച്ചത്. സോ ബേസിക്കലി ഒരു പ്രൊപ്പോസലിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയണം. സോ വാട്ട് നീഡ് ടു ഇൻക്ലൂഡ് ആൻഡ് വൈ യു നീഡ് ടു ഇൻക്ലൂഡ് ദാറ്റ്, ഇത് രണ്ടും നിങ്ങൾ പറയണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി സ്പെസിഫിക് ടു ദ സിനാരിയോ. സിനാരിയോനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പറയാൻ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, അത് എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ജനറലായിട്ട് പറഞ്ഞു വെക്കരുത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഏരിയ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയേണ്ട, അതായത് നോർമലി ഒരു പ്രൊപ്പോസലിനകത്ത് പറയേണ്ട കാര്യമാണ് ഔട്ട്ലൈൻ ഓഫ് ദി ഓഡിറ്റ് ഫേം. ഓഡിറ്റ് ഫേമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കണം നിങ്ങൾ ആദ്യമേ പറയുന്നത്. അതായത് ഇവിടെ നിങ്ങളോട് സിനാരിയോയിൽ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പ്രോപ്പർലി ഓഡിറ്റ് ഫേമിനെ കുറിച്ചും ആ ഫേമിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിലുള്ള ആ ഓഡിറ്റ് ഫേമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രോപ്പർലി മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവരൊരു ഇൻ്റർനാഷണൽ ഫേം ഓഫ് സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ആണ്, മെനി കൺട്രീസിൽ ബ്രാഞ്ചസ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാം. എന്നിട്ട് അത് എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് ക്വസ്റ്റ്യൻ ബാക്കി വായിച്ച് നോക്കിയിട്ട് പറയാം. ഇനി ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയണം. ഇപ്പോൾ മൾട്ടിപ്പിൾ കൺട്രിയിലുള്ള ക്ലയൻ്റ് ആയിരിക്കും, അപ്പോൾ അവരുടെ ഹോം ജൂറിസ്ഡിക്ഷനിലെയും ഓവർസീസ് കൺട്രീസിലെയും ലീഗൽ ലോ ആൻഡ് റെഗുലേഷൻ എസ്പെഷ്യലി വിത്ത് റിഗാർഡിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് വരും. ഓഡിറ്റിംഗ് റിലേറ്റഡ് റൂൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയണമെന്ന് പറയാം. അതേപോലെ തന്നെ ഏത് അപ്രോച്ചിലാണ് നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഓഡിറ്റ് അപ്രോച്ചിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, അതും നിങ്ങൾ ഇങ്ങോട്ട് ലിങ്ക് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ, ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് ആൻഡ് മാനേജ്മെൻ്റ് ഒക്കെ ആയിട്ട് ഡ്യൂറിങ് ദ ഓഡിറ്റ് പ്രോസസ് നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയണം. ഡെഡ് ലൈൻസ് സിനാരിയോയ്ക്കകത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും വിത്തിൻ എ പർട്ടിക്കുലർ ടൈം സ്കെയിലിനുള്ളിലാണ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പം അത് റിയലിസ്റ്റിക് ടൈം പീരീഡ് ആണെങ്കിൽ അത് റിയലിസ്റ്റിക് ടൈം പീരീഡ് ആണ്, അതിനുള്ളിൽ നിങ്ങൾക്ക് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറയാം. അതൊരു അൺറിയലിസ്റ്റിക് ടൈം പീരീഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു അൺറിയലിസ്റ്റിക് ടൈം പീരീഡ് ആണ്, ആ പീരീഡിൽ നിങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയാം. അതേപോലെ തന്നെ നെക്സ്റ്റ് കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ്, സിനാരിയോനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത്, ആ കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ് ഏതൊക്കെയാണ് അവൈലബിൾ ആണെന്നുള്ള കാര്യം ക്ലിയർലി പറയാം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആ കീ സ്റ്റാഫിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ സിനാരിയോയ്ക്ക് അത് പറയുന്നത് ക്ലയൻറ്റ് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഓഡിറ്റ് ചെയ്യാൻ നിങ്ങളുടെ അടുത്തൊരു ഓഡിറ്റ് മെമ്പർ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് പറയാനായിട്ട് പറയാം. ഫീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം. ഇവിടെ ഫീസിനെ കുറിച്ച് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയണ്ട. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എത്തിക്സ്, ഈ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയണം. അതേപോലെ തന്നെ നിങ്ങളോട് അഡീഷണൽ നോൺ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസസ് പറയണം. അതിനെക്കുറിച്ചിട്ടും സിനാരിയോയ്ക്കകത്ത് എന്താണ് പറഞ്ഞേക്കുന്നതിനനുസരിച്ച് അഡീഷണൽ നോൺ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസ് ഫെയിമിന് കൊടുക്കാനായിട്ടുള്ള കേപ്പബിലിറ്റിനെ കുറിച്ച് പറയാം. ഐ ബിലീവ് എവ്രി വൺ റിമെമ്പർ ദിസ്. നമ്മൾ ഒരുപാട് സമയമെടുത്ത് പഠിച്ചൊരു ഏരിയ ആണിത്, നമ്മൾ ക്വിക്ക്ലി റിവൈസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. സോ ഈ കാര്യങ്ങൾ ഓരോന്നുമാണ് നിങ്ങൾ പറയേണ്ടത്. എക്സാമിനർ പ്രത്യേകം പറഞ്ഞേക്കുന്നൊരു കാര്യമാണ്
ഒരു കാരണവശാലും ഇത് റോട്ട് ലൈൻ നോളജ് ആയിട്ട് നേരെ കൊണ്ടുപോയി എഴുതി വെക്കരുത്. യു വിൽ നോട്ട് ഗെറ്റ് മാർക്സ്. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് പ്യുവർലി ബേസ്ഡ് ഓൺ സിനാരിയോ. സിനാരിയോനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഇത് എഴുതാവുള്ളൂ. അപ്പോൾ സിനാരിയോയ്ക്കകത്ത് എന്താണ് ഈ ക്ലയൻറ്റിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് പ്രോപ്പർലി വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് മാത്രം ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ ചെയ്താൽ മതി. ഇപ്പോൾ സിനാരിയോയ്ക്കകത്ത് കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഡീറ്റെയിൽസ് ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ എങ്ങോട്ടിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ലോജിക്കൽ ആലോചിച്ച് നോക്കുക. എന്നിട്ട് അത് എന്തിന് ഇൻക്ലൂഡ് ചെയ്യണം, അത് എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യം പറയാം. ഐ മീൻ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, എന്തിന് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യം പറയാം. നമുക്ക് സിനാരിയോ ഒന്ന് ക്വിക്ക്ലി നോക്കി നോക്കാം. അപ്പോൾ യു വിൽ ഗെറ്റ് എ പ്രോപ്പർ ഐഡിയ. ഇവിടെ നമ്മളോട് പറഞ്ഞു ഇൻ 1st July 2015 നമ്മൾ ഓഡിറ്റ് മാനേജറാണ് വെസ്റ്റേൺ ആൻഡ് കോയുടെ. അതൊരു ഇന്റർനാഷണൽ ഫേം ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ആണ്. മെനി കൺട്രീസിൽ അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അവർ ഒരു വെറൈറ്റി ഓഫ് അല്ലെ റേഞ്ച് ഓഫ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. യെസ്, ആൻഡ് നമ്മളോട് ഇനി ജോൺസ് കമ്പനിയെ കുറിച്ച് പറഞ്ഞേക്കാണ്. നോക്കി, മാനേജ്മെന്റ് ഓഫ് ജോൺസ് കമ്പനി ഹാസ് ഇൻവൈറ്റഡ് വെസ്റ്റേൺ ആൻഡ് കോ ടു സബ്മിറ്റ് ആൻ ഓഡിറ്റ് പ്രപ്പോസൽ ഫോർ their consideration. Jones Company was established only 2 years ago but has grown rapidly, and this is the first year that an audit is required. In the previous year, limited assurance review was performed on financial statements by an unrelated audit firm. The company specializes in recruitment of medical personnel, and some of the startup funding was raised from a venture capital company. These plans for the company to open branches overseas to help recruit persons from foreign countries. Jones Company has one full-time accountant who uses off-the-shelf accounting package to record transactions and to prepare financial information. Company has financial year ending 30th September 2015. I'm looking for a firm of auditors who will give a competitive audit fee. I'm hoping that the fee will be quite low, as I'm willing to pay more for services that I consider more beneficial to the business, such as strategic advice. I would like the audit fees to be linked to the Jones Company's success in expanding overseas as a result of the audit firm's advice. Hopefully, the audit will not be too descriptive, and I would like it to be completed within 4 months of the year end. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? നമ്മളോട് പറഞ്ഞു ജോൺസ് കമ്പനിയുടെ മാനേജ്മെന്റ് ആണ് വെസ്റ്റേൺ ആൻഡ് കോയിനെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ജോൺസ് കമ്പനി 2 years ആയിട്ടേ ഉള്ളൂ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട്, പക്ഷേ അവർ റാപ്പിഡ്ലി ഗ്രോ ആയി. ഫസ്റ്റ് ടൈമാണ് അവരുടെ ഓഡിറ്റ് എന്ന് പറഞ്ഞു. പ്രീവിയസ് ഇയറിൽ അവർ ലിമിറ്റഡ് അഷുറൻസ് റിവ്യൂ മാത്രമാണ് നടത്തിയേക്കുന്നത്. ദെൻ ഇവരുടെ ബിസിനസ് മെഡിക്കൽ പേഴ്സണൽ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്ങും പരിപാടികളൊക്കെ നടത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞു അവർ ഓവർസീസ് കൺട്രീസിൽ പുതിയതായിട്ട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജോൺസ് കമ്പനി ഒരു ഫുൾ ടൈം അക്കൗണ്ടൻറ്റ് മാത്രമാണുള്ളത്. അവർ ഓഫ് ദി ഷെൽഫ് അക്കൗണ്ടിങ് പാക്കേജ് യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നമ്മളോട് പറഞ്ഞു അവർ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഓഡിറ്റ് ഫീ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫീസ് ക്വയറ്റ് ലോ ആയിരിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർ ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ആ സ്ട്രാറ്റജിക് അഡ്വൈസ് അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഫീസ് കൊടുക്കാൻ ബില്ലിംഗ് ആവുന്നതെന്ന് പറഞ്ഞു. ഓഡിറ്റ് ഒരുപാട് ഡിസ്ട്രിപ്റ്റീവ് ആവരുത് എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ വിത്തിൻ 4 months ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഇവിടുത്തെ ഓരോ ഡീറ്റെയിൽസും എങ്ങോട്ടൊക്കെയാണ് എടുക്കാൻ പറ്റുന്നതെന്ന്. സോ ലിറ്ററലി നമുക്ക് ആദ്യം വേണ്ടത് എന്താ? ആദ്യം അവർ പറഞ്ഞു വെസ്റ്റേൺ ആൻഡ് കോ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഫേം ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എവിടെ മെൻഷൻ ചെയ്യണം എന്നാണ് പറയേണ്ടത്? ഔട്ട്ലൈൻ ഓഫ് വെസ്റ്റേൺ കമ്പനി ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് പറയാം ദ ഓഡിറ്റ് ടീം ഷുഡ് പ്രോപ്പർലി ഇൻക്ലൂഡ് അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് വെസ്റ്റേൺ ആൻഡ് കോ, ഇൻക്ലൂഡിങ് എന്തൊക്കെ പറയണം? ദേ ആർ ആൻ ഇന്റർനാഷണൽ ഫേം ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് വിത്ത് ബ്രാഞ്ചസ് ഇൻ മെനി കൺട്രി. ദിസ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് as the client is planning to expand their business, and since they are opening up new branches in the overseas, we will be able to offer them with the audit services in case if they are having office in the same country in which Western Co is also having operations എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്? റിക്വയർമെന്റ്സ് ഓഫ് ദി ക്ലയൻറ്റ്. റിക്വയർമെന്റ്സ് ഓഫ് ദി ക്ലയൻറ്റിൻ്റെ അകത്ത് ഇവിടുന്ന് എന്ത് ഡീറ്റെയിൽസ് ആയിരിക്കും എടുക്കാൻ പറ്റുക? അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ദിസ് എ ഫസ്റ്റ് ടൈം എവർ ദേ ആർ പ്ലാനിങ് ടു ഡു ആൻ ഓഡിറ്റ്. സോ അതുകൊണ്ട് തന്നെ ദേ വിൽ നോട്ട് ബി ഹാവിങ് മച്ച് നോളജ് അബൌട്ട് ദ റിക്വയർമെന്റ്സ് ഓഫ് ദി ഓഡിറ്റ് എൻഗേജ്മെന്റ്, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ ആൻഡ് മാനേജ്മെന്റ്, ഇതേക്കുറിച്ചിട്ടൊക്കെ എവിടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാം? റിക്വയർമെന്റ്സ് ഓഫ് ദി ക്ലയൻറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാം. പ്രൊപ്പോസ്ഡ് ഓഡിറ്റ് അപ്രോച്ച്, അവിടെ നമ്മൾ എന്ത് പറയണം? ഫസ്റ്റ് ടൈം എവറാണ് ഓഡിറ്റ് പെർഫോം ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് ബാലൻസ് ആയിരിക്കും കൂടുതൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരിക? ഓപ്പണിംഗ് ബാലൻസ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് വി വിൽ നോട്ട് ബി able to understand whether the prior year closing balance is brought forward to the current year appropriately.
സോ ഓപ്പണിംഗ് ബാലൻസ് ടെസ്റ്റ് ചെയ്യണം, ആ അപ്രോച്ചിലായിരിക്കും ഓഡിറ്റ് ചെയ്യണമെന്ന് പറയാം. ഇൻ അഡീഷൻ ടു വിച്ച് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി ഓഡിറ്റ് ഷുഡ് നോട്ട് ബി ടു ഡിസ്ക്രിപ്റ്റീവ് എന്ന്. അപ്പോൾ പ്രപ്പോസ്ഡ് ഓഡിറ്റ് അപ്രോച്ചിനകത്ത് നമ്മൾ എന്ത് പറയണമെന്ന് പറയാം, ഡിസ്ക്രിപ്റ്റീവ് അല്ലാണ്ട് നമുക്ക് ഓഡിറ്റ് എൻഗേജ്മെന്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും അവിടെ മെൻഷൻ ചെയ്യണം എന്ന് പറയാം. ഇനി കമ്മ്യൂണിക്കേഷൻ വിച്ച് ഈസ് ഓൾമോസ്റ്റ് എന്താ പറയുക ഒരുപാട് സിനാരിയോ സ്പെസിഫിക് അല്ലാതെ. നെക്സ്റ്റ് വൺ ഈസ് ഡെഡ് ലൈൻ. അവർ നമ്മളോട് പറഞ്ഞു വിത്തിൻ 4 months ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ 4 months എന്ന് പറയുന്നത് റീസണബിൾ ടൈം പീരീഡ് ആണോ? ഡെഫിനറ്റ്ലി അതെ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം, നിങ്ങൾ പറയാം ദ ഓഡിറ്റ് ഫേം ഷുഡ് ക്ലിയർലി സ്പെസിഫൈ അബൌട്ട് ദ ടൈം സ്കെയിൽ ബൈ വിച്ച് ദേ വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ ഓഡിറ്റ് എൻഗേജ്മെന്റ്. John's company have requested the audit to be completed within 4 months from the year end. Since it's a reasonable time period, Western should clearly specify that they will be able to perform the audit engagement and deliver the auditor's report within the specified time period. ഇതേക്കുറിച്ച് മെൻഷൻ ചെയ്യണം എന്ന് പറയാം. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടത്, കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ്. നിങ്ങൾക്ക് എന്ത് പറയാം, Johnson company is involved in recruiting medical personnel, and in addition to which they are also doing some fundraising using venture capital company. Therefore, if any of the audit firm members are experienced in performing audit engagement in relating to the same client business, then in that case that should be mentioned within the key staff and resources. In addition to which, John's company is using off-the-shelf accounting package. So if Western & Co is having adequate computer assisted auditing procedures to perform in relation to this, main tools which they will be able to use should also be clearly specified എന്നുള്ള കാര്യം നമുക്ക് പറയാം. ഇനി ഫീസിനെ കുറിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞു. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എത്തിക്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അഡീഷണൽ നോൺ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസ്, ഇതിനിവിടെ ഒരുപാട് റെലവൻസ് ഉണ്ട്. നമ്മൾ പറയാം വെസ്റ്റേൺ കമ്പനി കൂടുതൽ പേ ചെയ്യാൻ വില്ലിംഗ് ആവുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്, ഓവർസീസിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് സ്ട്രാറ്റജിക് അഡ്വൈസിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വെസ്റ്റേൺ കമ്പനിക്ക് എങ്ങനെയാണ് അഡീഷണൽ നോൺ ഓഡിറ്റ് സർവീസ് കൊടുക്കാൻ പറ്റുക വിത്തൗട്ട് ക്രിയേറ്റിംഗ് എത്തിക്കൽ ത്രെഡ് എന്നുള്ള കാര്യം ക്ലിയർലി മെൻഷൻ ചെയ്യണം എന്ന് പറയാം. അതിന് റീസൺ ആയിട്ട് പറയാം, ആസ് ദേ ആർ പ്ലാനിങ് ടു expand to overseas market, they might have required more of strategic advice and other related services, and they are also willing to pay more for such services. So the audit firm should clearly specify about all the possible services which the Western company will be able to offer to the client company without creating ethical threats എന്നുള്ളത് പറയാം. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ വിത്ത് റിഗാർഡിങ് ക്വാളിറ്റി കൺട്രോൾ ആൻസേഴ്സ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ക്വാളിറ്റി കൺട്രോളിൻ്റെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഈ നോട്ട്സിൻ്റെ അകത്ത് ഞാനിപ്പോൾ കാണിച്ചെന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ കൊണ്ടുപോയി എഴുതി വെക്കരുത്. ഹെഡിങ്സ് യു ക്യാൻ യൂസ് ദ സെയിം, കോണ്ടന്റ് യു ക്യാൻ യൂസ് ദ സെയിം, ബട്ട് ദ കോണ്ടന്റ് ഷുഡ് ബി റിട്ടൺ പ്യൂർലി ബേസ്ഡ് ഓൺ സിനാരിയോ. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ, അങ്ങനെ മാത്രമേ എഴുതുകയും ചെയ്യാവുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ടെൻഡറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളോട് എക്സാമിന് ചോദിക്കാൻ പോകുന്ന മറ്റൊരു ഏരിയയാണ് ക്വാളിറ്റി കൺട്രോൾ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു ഏരിയയാണ് ക്വാളിറ്റി കൺട്രോൾ. സോ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ആദ്യമേ കുറച്ച് ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യാനായിട്ടുള്ളത്. സോ ക്വാളിറ്റി കൺട്രോൾ. സോ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ മെയിൻലി നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്. അതായത് സിനാരിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ക്വാളിറ്റി കൺട്രോളിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ എങ്ങനെയാണ് നിങ്ങളോട് ചോദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ക്വസ്റ്റ്യൻ വിൽ ബി വെരി സിമ്പിൾ. ഐ മീൻ ദ റിക്വയർമെൻറ്റ് വിൽ ബി വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി. സോ ബേസിക്കലി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയായിരിക്കും റിക്വയർമെൻറ്റ് ചോദിക്കുക. Using the information, evaluate the quality management, ethical and professional matters arising in respect of planning and performance of the audit of retriever group. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, റിട്രീവർ ഗ്രൂപ്പിൻ്റെ ഓഡിറ്റിൻ്റെ പ്ലാനിങ്ങുമായിട്ട് റിലേറ്റ്, അതിൻ്റെ പെർഫോമൻസുമായിട്ട് റിലേറ്റ് ചെയ്തും എന്തൊക്കെ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ഉണ്ടെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് എന്തൊക്കെയാണുള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സിനാരിയോ തരും. എന്നിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ ക്വാളിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് എന്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മെയിൻലി ഈ ചോദ്യങ്ങൾ വേണം സിനാരിയോയിലേക്ക് ചോദിക്കാൻ. നമ്പർ 1, ഹാവ് ദ ISA is being followed. ഹാവ് ദ ISA is being followed എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും അതെങ്ങനെയായിരിക്കണം പെർഫോം ചെയ്യുന്നത്, ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ആയിരിക്കണം
നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിങ്ങിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വെൻ വി സ്റ്റാർട്ട് വിത്ത് എൻ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ ഒരു മെറ്റീരിയാലിറ്റി സെറ്റ് ചെയ്യും. ബട്ട് വെൻ എവർ നെസസറി നമ്മൾ അത് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. സോ ത്രൂ ഔട്ട് ദ ഓഡിറ്റ് വി ഷുഡ് കീപ്പ് ഓൺ റിവ്യൂയിങ് ദാറ്റ്. വെൻ എവർ നെസസറി റിവൈസ് ചെയ്യണം. ക്വസ്റ്റനോട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും മെറ്റീരിയാലിറ്റി വൺസ് സെറ്റ് ചെയ്തിട്ട് അവർ റിവൈസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. സെയിം എസ് ദാറ്റ് നമ്മൾ ISAക്ക് അത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. റിട്ടേൺ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാം. പക്ഷെ അതൊരു സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ആസ് എ സപ്പോർട്ട് ടു അതർ ഓഡിറ്റ് എവിഡൻസ്. ബാക്കിയുള്ള ഓഡിറ്റ് എവിഡൻസുകളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ സിനാരിയോയ്ക്ക് അത് അവർ പറഞ്ഞിട്ടുണ്ടാവും റിട്ടേൺ റെപ്രസെൻറ്റേഷൻ അവർ യൂസ് ചെയ്തേക്കുന്നത് ഓഡിറ്റ് എവിഡൻസ് ആയിട്ടാണെന്ന്. അപ്പം ഇറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ്. അപ്പോൾ അങ്ങനെ ISAs കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഇനി വർക്ക് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിന് തന്നെയാണോ അലോക്കേറ്റ് ചെയ്തേക്കുന്നത് നോക്കുക. നമുക്കറിയാം ഹൈലി ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഏരിയാസ് ഒന്നും ജൂനിയർ സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല. സീനിയർ ഒഫീഷ്യൽസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ മെറ്റീരിയാലിറ്റി ഇൻറ്റേർനോട് ഫിക്സ് ചെയ്തോളാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ട് തന്നെയാണ് വർക്ക് പെർഫോം ചെയ്യിച്ചേക്കുന്നുള്ള കാര്യം നോക്കണം. ഇനി സെയിമസ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഓഡിറ്റ് ടൈം പ്രഷേർഡ് ആണോ? ടൈം പ്രഷേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫീഷ്യൻറ്റ് ടൈം ഓഡിറ്റർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ സഫീഷ്യൻറ്റ് ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഓഡിറ്റർക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ സിറ്റുവേഷൻസിൽ സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടൂല. സോ ഡിറ്റക്ഷൻ റിസ്കിലേക്ക് അത് ലീഡ് ചെയ്യും. സോ യു ഹാവ് ടു കൺസിഡർ വെദർ ദർ ഈസ് എനി ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ സിനാരിയോ ദാറ്റ് റെഫേഴ്സ് ടു ടൈം പ്രഷേർഡ് എൻഗേജ്മെൻറ്റ്. ചിലപ്പോൾ അത് ഡയറക്റ്റ്ലി തരും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി അതേപോലെ തന്നെ നിങ്ങൾ നോക്കണം ടൈപ്പ് ഓഫ് എവിഡൻസ് ഇവർ ഒബ്റ്റൈൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ? അതായത് ടൈപ്പ് ഓഫ് എവിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ISA 500 അകത്ത് റിലയബിലിറ്റി ഓഫ് ദി എവിഡൻസിൻ്റെ ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ഓറൽ വേഴ്സസ് റിട്ടേൺ അല്ലേ? ഓറൽ വേഴ്സസ് റിട്ടേൺ. അതേപോലെ തന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുള്ളത്? ഒറിജിനൽ വേഴ്സസ് ഫോട്ടോ കോപ്പീസ്. ഇതിൽ എഴുതാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പറയാം. ഓറൽ വേഴ്സസ് റിട്ടേൺ, ഒറിജിനൽ വേഴ്സസ് ഫോട്ടോ കോപ്പീസ്. അതേപോലെ തന്നെ എവിഡൻസ് ഒബ്റ്റൈൻ ഡയറക്ട്ലി ബൈ ദ ഓഡിറ്റർ വേഴ്സസ് എവിഡൻസ് പ്രൊവൈഡ് ബൈ ദ ക്ലയൻറ്റ്. ദെൻ വേറെ ഏതായിരുന്നു? ആൻഡ് ആസ് ദി എഫിഷ്യൻസി ഓഫ് ദി ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഇൻക്രീസസ് റിലയബിലിറ്റി ഓഫ് ദി എവിഡൻസ് ഇൻക്രീസസ്. ഇങ്ങനെ 5 ഫാക്ടേഴ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഓറൽ എവിഡൻസിനേക്കാളും എപ്പോഴും റിലയബിൾ ഏതായിരിക്കും? റിട്ടേൺ എവിഡൻസ് ആയിരിക്കും. ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആയിരിക്കും ഫോട്ടോ കോപ്പീസിനേക്കാളും റിലയബിൾ. ഓഡിറ്റർ തന്നെ ഡയറക്ട്ലി ഒബ്റ്റൈൻ ചെയ്ത എവിഡൻസ് ആയിരിക്കും ക്ലയൻറ്റ് തന്ന എവിഡൻസിനേക്കാളും റിലയബിൾ. എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്ത എവിഡൻസ് ആയിരിക്കും ഇന്റേണൽ സോഴ്സിൽ നിന്ന് കിട്ടിയ എവിഡൻസിനേക്കാളും റിലയബിൾ. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ നോക്കുക. ഇനി നിങ്ങൾ നോക്കണം പ്ലാൻ പ്രകാരം തന്നെയാണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്തേക്കുന്നത്. ചിലപ്പോൾ നമുക്കറിയാം ചില സിറ്റുവേഷൻസിൽ നമ്മൾ പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സിറ്റുവേഷനിൽ പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. അക്കോർഡിംഗ് വിത്ത് ദ സിനാരിയോ നിങ്ങൾ ഏതാണോ ഫോളോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇനി നമുക്കറിയാം എല്ലാ വർക്കും സീനിയർ ലെവൽ റിവ്യൂ ആണ് നടത്തേണ്ടത്. അതുപോലെ തന്നെ വർക്ക് പ്രോപ്പർലി സീനിയേഴ്സ് സൂപ്പർവൈസ് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ നോക്കുക. വർക്ക് ഏതെങ്കിലും അപ്രോപ്രിയറ്റ്ലി സീനിയേഴ്സ് സൂപ്പർവൈസ് ചെയ്യുകയോ റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അതും നിങ്ങൾക്ക് ഇഷ്യൂ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് വൈൽ പെർഫോമിംഗ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്? ISA ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കുക. അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടാണോ വർക്ക് പെർഫോം ചെയ്തത് നോക്കുക. ഓഡിറ്റ് ടൈം പ്രഷേർഡ് ആണോ നോക്കുക. ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ നോക്കണം. ഓഡിറ്റ് പ്ലാൻ പ്രകാരം തന്നെയാണ് പെർഫോം ചെയ്തേക്കുന്നത് നോക്കണം. വർക്ക് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ക്വാളിറ്റി ഓഫ് ദി എൻഗേജ്മെൻറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ ഈ സിനാരിയോയിലെ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് എല്ലാവരും ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാരഗ്രാഫ് എല്ലാവരും വായിച്ചു നോക്കണേ. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? The audit has been quite time pressured. The audit manager told the juniors not to perform some of the planned audit procedures on items such as directors' emoluments, share capital, as they considered to be low risk. He also instructed us not to use the firm's statistical sampling method in selecting trade receivables balance for testing, as it would be quicker to pick the sample based on own judgment. 2 of the juniors were given the task of auditing trade payables and going concern. Audit manager has asked us to review each other's work as it would be good training for us, as he did not have time to review everything. അപ്പോൾ സിനാരിയോ വായിച്ച് നോക്കിയിട്ട് ആലോചിച്ച് നോക്കുക, ഇവിടെ ക്വാളിറ്റി ഓഫ് ദി എൻഗേജ്മെൻറ്റ് പെർഫോം ആയിട്ടുണ്ടോ. ഫസ്റ്റ് നമ്മളടുത്ത് അവർ പറഞ്ഞു ഓഡിറ്റ് എന്താണെന്ന്,
ടൈം പ്രഷേർഡ് ആണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഓഡിറ്റ് ടൈം പ്രഷേർഡ് ആണെങ്കിൽ സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഓഡിറ്റർക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. ഇനി അവർ നമ്മളോട് പറഞ്ഞു ഡയറക്ടേഴ്സ് ഇൻവോൾവ്മെൻറ്റ്സും ഷെയർ ക്യാപിറ്റലൊക്കെ ലോ റിസ്ക് ഏരിയ ആണ്, അതുകൊണ്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഡയറക്ടേഴ്സ് ഇൻവോൾവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ലോ റിസ്ക് ഏരിയ ആണോ? ആൻഡ് ഇഫ് ഇറ്റ്സ് എ ലിസ്റ്റഡ് കമ്പനി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോ റിസ്ക് ഏരിയ ആണോ? ഡെഫിനറ്റ്ലി നോട്ട്. കാരണം എന്താ? ഡയറക്ടേഴ്സ് ഇൻവോൾവ്മെൻറ്റ്സ് റെപ്രസെൻറ്റ്സ് എ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. അതുകൊണ്ട് തന്നെ ഇഫ് ഡയറക്ടേഴ്സ് ഇൻവോൾവ്മെൻറ്റ്സ് ആർ നോട്ട് പ്രോപ്പർലി ഡിസ്ക്ലോസ്ഡ്, അവിടെ എന്ത് സംഭവിക്കും? There can be chances of having inadequate evidence in relation to the material area. So it is inappropriate. In addition which, നമുക്കറിയാം ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ if it's a newly listed entity, in that case share capital will be one of the core area because company might have made share issues and there have to be adequate procedures performed in relation to the share issue. So ഇവിടെ inappropriate ആയിട്ടുള്ള രീതിയിലാണ് ഓഡിറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് പറയാം. ഇനി അവർ പറഞ്ഞേക്കുന്നത് എന്താ? സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് മെത്തേഡ്സ് ടൈം കൺസ്യൂമിംഗ് ആണ്, അതുകൊണ്ട് ക്വിക്കറായിട്ട് ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ സാമ്പിൾസ് സെലക്ട് ചെയ്തോളാണ് പറഞ്ഞേക്കുന്നത്. അതും ആരോടാ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഓഡിറ്റ് ജൂനിയേഴ്സിനോടാണ്. ആർ ദേ സഫീഷ്യന്റ്ലി സീനിയർ ഇനഫ് ഓർ വിൽ ദേ ബി ഹാവിംഗ് സഫീഷ്യന്റ് എക്സ്പീരിയൻസ് ഓർ നോളജ്? No, since they are new to the firm, they might not be having adequate experience. So if they select the samples on basis of their judgment, there can be chances that inappropriate samples might be selected, which would result in sampling risk. അപ്പോൾ ഓഡിറ്റർ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആയിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റീച്ച് ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് വിൽ ബി ആൻ ഇഷ്യൂ ദെയർ. ഇനി നിങ്ങളോട് പറഞ്ഞു ട്രേഡ് പേയബിൾസും ഗോയിങ് കൺസേണും ജൂനിയർ ആണ് റിവ്യൂ ചെയ്യുന്നതെന്ന്. നമുക്കറിയാം ട്രേഡ് പേയബിൾസ് നമുക്ക് ഒഴിവാക്കി നിർത്തിയാലും ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത് ജൂനിയേഴ്സിന് റിവ്യൂ ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണോ? അല്ല. ഗോയിങ് കൺസേൺ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ജഡ്ജ്മെന്റൽ ഏരിയ ഇൻ എ കമ്പനീസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. കാരണം അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ആണ്, വിൽ ബി ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റ്. സോ അപ്രോപ്രിയേറ്റ് നോളജ് ഇല്ലാത്തവരാണ് ഗോയിങ് കൺസേൺ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ഉള്ള രീതിയിലായിരിക്കും ഒരു ഗോയിങ് കൺസേൺ റിവ്യൂ നടത്തിയിട്ടുണ്ടാവുക. സോ എഗെയിൻ അവിടെയും സഫീഷ്യന്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. പ്രോപ്പർലി വർക്ക് റിവ്യൂഡ് ആണോ? അല്ല. നമ്മളോട് പറഞ്ഞു ഓഡിറ്റ് മാനേജർ ഇവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് റിവ്യൂ ചെയ്തോളാം എന്നാണ് പറയുന്നത്. അവർക്ക് റിവ്യൂ ചെയ്യാൻ ടൈമില്ല എന്ന് പറഞ്ഞു. സോ ജൂനിയേഴ്സിന്റെ വർക്ക് ജൂനിയേഴ്സ് തന്നെയാണോ പരസ്പരം റിവ്യൂ ചെയ്യേണ്ടത്? അല്ല. ദേ മൈറ്റ് നോട്ട് ബി ഹാവിംഗ് സഫീഷ്യന്റ് നോളജ് അബൌട്ട് ഹൗ ദേ നീഡ് ടു റിവ്യൂ ഈച്ച് അതേഴ്സ് വർക്ക്. സോ അവിടെ ഒരു സീനിയർ ലെവൽ റിവ്യൂ നടക്കാത്തതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ടൈംലി ബേസിസിൽ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യൂല. സോ ഇത് ഓരോന്നും എലാബറേറ്റ് ചെയ്യുക. ഇങ്ങനെയായിരിക്കും നമ്മൾ ക്വാളിറ്റി കൺട്രോളിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഫാക്ടേഴ്സ് ഓരോന്നും എന്തൊക്കെയായിരുന്നു? ISA ഫോളോ ചെയ്തിട്ടുണ്ടോ? വർക്ക് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫ് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്? ടൈം പ്രഷർ ആണോ? ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്നത് അപ്രോപ്രിയേറ്റ് ആണോ? ഓഡിറ്റ് പ്ലാൻ പ്രകാരം തന്നെയാണ് പെർഫോം ചെയ്തേക്കുന്നത്? പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ? ഇത് ഓരോന്നും കൺസിഡർ ചെയ്യണം എന്നുള്ളത് പറയാം. ഓക്കെ, ഓൾറൈറ്റ്. സോ ദിസ് ഈസ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ റിലേഷൻ ടു ദ ക്വസ്റ്റ്യൻസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. ഇങ്ങനെയായിരിക്കും ക്വാളിറ്റി കൺട്രോളിൻ്റെ ക്വസ്റ്റ്യൻസ് ഓരോന്നും നമ്മൾ ചെയ്തു പോകുന്നുണ്ടാവുക. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഗോയിങ് കൺസേണിൻ്റെ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഗോയിങ് കൺസേണിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ഗോയിങ് കൺസേണിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഗോയിങ് കൺസേണിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ KPIയുടെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് ഗോയിങ് കൺസേൺ നമ്മളോട് ചോദിച്ചേക്കുന്നത് നോക്കി, ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് വിച്ച് മേ കാസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡൗട്ട് ഓൺ കമ്പനീസ് എബിലിറ്റി ടു കണ്ടിന്യൂസ് ഗോയിങ് കൺസേൺ. ഈ കമ്പനിക്ക് ഗോയിങ് കൺസേണിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് കമ്പനിയുടെ ഗോയിങ് കൺസേൺ എബിലിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സിനാരിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്താണോ കമ്പനിയുടെ ഗോയിങ് കൺസേൺ അഫക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഓൺ വേർഡ്സിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇവർ ഫസ്റ്റ് നോട്ട് നമ്പർ പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് ലോൺ 3,000 നിന്ന് 3,500 ആയി. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ദ ബാങ്ക് ലോൺ വാസ് എക്സ്റ്റെൻഡഡ് ഇൻ മാർച്ച് 2015 ബൈ ഡ്രോയിങ് ഓൺ ബോറോയിങ് ഫെസിലിറ്റീസ് ഓഫേർഡ് ബൈ ദ ബാങ്ക്. Loan carries a fixed interest rate and is secured on company's property including head office and manufacturing site. The first repayment of the loan is due on 30th June 2015 when 350,000 is due to be paid. നമ്മളോട് പറഞ്ഞു ബാങ്ക് ഒരു ബോറോയിങ് ഇവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അത് പക്ഷേയുള്ള പ്രശ്നം എന്താ, ഹെഡ് ഓഫീസും മാനുഫാക്ചറിങ് സൈറ്റും ആണ് അവർ അതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ആയിട്ട് കൊളാട്രലായിട്ട് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു. ലോണിൻ്റെ ഫസ്റ്റ് റീപേയ്മെൻറ്റ് വരുന്നത് 30th June 2016 ആണ്. അന്നേരം 350,000 പേ ചെയ്യണം എന്ന് പറഞ്ഞു ലോണിന് വേണ്ടിയിട്ട്. ആൻഡ് നമ്മളോട് പറയുന്നുണ്ട് കമ്പനിക്ക് ആകെ ക്യാഷ് ബാലൻസ് 150,000 ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ എ ഫസ്റ്റ് ഇഷ്യൂ, ബോറോയിങ് ഫെസിലിറ്റി, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക ഓൺ വേർഡ്സിൽ. നിങ്ങൾ എന്ത് പറയണം, ഡ്യൂറിങ് ദ കറണ്ട് ഇയർ കമ്പനി അഡീഷണൽ ലോൺ എമൗണ്ട് എടുത്തു ആൻഡ് ഫോർ വിച്ച് കമ്പനി ഹവ് ഗീവൺ കമ്പനീസ് ഹെഡ് ഓഫീസ് ആൻഡ് മാനുഫാക്ചറിങ് സൈറ്റ് as security. And first repayment of this loan is due on 30th June 2016 and company have to pay an amount of 350,000. However, as of the current balance, company is having only a cash balance of 150,000 which is not adequate enough to pay off the company's loan amount. Therefore, if the loan amount is not paid by the company on time, there can be chances that the bank might cease the company's operations, as the bank might take the control over the company's head office and manufacturing site. And in that case, company will not be able to continue with their operation. It might affect the going concern ability of the company. ഈ രീതിയിൽ പറഞ്ഞു പോവാ സിമ്പിളായിട്ട്. ഇനി രണ്ടാമത് അവർ പറഞ്ഞേക്കുന്നത് എന്താ, സെക്കൻഡ് അവർ പറഞ്ഞിട്ടുണ്ട് 650 ആയിരുന്നു ട്രേഡ് പേബിൾസ്, അത് 900 ആയി. അവിടെ പറഞ്ഞേക്കുന്നത് എന്താ, കണ്ടിൻസ്കൈ കമ്പനി അവരുടെ ഒരു മേജർ സപ്ലയർ ഓഫ് കൊക്കോ ബീൻസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അവർ അവരുടെ പേയ്മെൻറ്റ് ടേംസ് സംസാരിച്ചിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് ക്രെഡിറ്റ് ടേംസ് ആക്കി കൊടുത്ത് 50 days കൊടുത്തുകൊണ്ടിരുന്ന പേയ്മെൻറ്റ് ഇനി തൊട്ട് നമ്മൾ ആ സപ്ലയർക്ക് 80 days കൊടുത്താൽ മതി എന്ന് പറഞ്ഞു, വർക്കിംഗ് ക്യാപിറ്റൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പം ഇത് കമ്പനിയുടെ ലോങ് ടേം റിലേഷൻ എഫക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. കാരണം ഒരു സപ്ലയറിനോട് നമ്മൾ 30 days ആണ്, അതായത് ഇപ്പോൾ ലിറ്ററലി സാധനം വാങ്ങിച്ച് 3 മാസം കഴിയുമ്പോഴാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, മൂവിങ് ഫോർവേഡ് there can be chances that the supplier might not be much interested in the company's activities as the company is taking significant period of times to pay off the payables balance. So in case if the supplier loses his interest over our company, in that case he will not be willing to provide any further credit in future. So നമുക്ക് കമ്പനിയുടെ കസ്റ്റമേഴ്സിന് ഡിമാൻഡ് ഓൺ ടൈം മീറ്റ് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമേഴ്സ് എന്താവാൻ ചാൻസ് ഉണ്ട്, ഡിസ്സാറ്റിസ്ഫൈഡ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാം. അപ്പോൾ അതായിരിക്കും നമുക്ക് അവിടെ പറയാൻ പറ്റുക. സോ ഇങ്ങനെ ഓരോരോ പോയിന്റ്സും പിക്ക് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ് നമ്മൾ ചെയ്യേണ്ടത് വെൻ ഇറ്റ് കംസ് ടു ഗോയിങ് കൺസേൺ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇനി അവിടെ രണ്ടാമത് നമ്മളോട് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, റെക്കമെൻഡ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോംഡ് ഇൻ റിലേഷൻ ടു ദ ഗോയിങ് കൺസേൺ മാറ്റേഴ്സ് ഐഡന്റിഫൈഡ്. ഈ കണ്ടുപിടിച്ച ഗോയിങ് കൺസേൺ മാറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഗോയിങ് കൺസേൺ മാറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരിക്കലും ജനറൽ ആയിട്ടുള്ള ഗോയിങ് കൺസേണിൻ്റെ പ്രൊസീജിയേഴ്സ് കൊണ്ട് എഴുതി വെക്കരുത്, മാർക്ക് കിട്ടത്തില്ല. നിങ്ങളോട് അവർ സ്പെസിഫിക്കലി ചോദിച്ചിട്ടുണ്ട് ഗോയിങ് കൺസേൺ മാറ്റേഴ്സ് എന്തൊക്കെയാണോ നമ്മൾ കണ്ടുപിടിച്ചത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ. അപ്പം നിങ്ങൾ പറഞ്ഞ ആ കാര്യത്തെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ എന്തൊക്കെ ഇവിടെ ഉള്ളത്, മാനേജ്മെൻറ്റിനെ കുറിച്ചിൻ്റെ കയ്യിൽ നിന്ന് എന്തിനെക്കുറിച്ച് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ വാങ്ങിക്കാം, ഇവിടെ ആരുടെ കയ്യിൽ നിന്നാണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിക്കാൻ പറ്റുക, ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് നോക്കാനായിട്ട് പറ്റുക. അതേപോലെ തന്നെ ഇൻ കേസ് എങ്ങാനും ഇവിടെ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുമോ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് എഗ്രി ചെയ്യാനുണ്ടോ, ബോർഡ് മിനിറ്റ്സ് എന്തെങ്കിലും നോക്കാനുണ്ടോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ച പ്രൊസീജിയേഴ്സ് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ സേ ഫോർ എക്സാമ്പിൾ കൊക്കോമീൻ്റെ സപ്ലയർ ആ ക്രെഡിറ്റ് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താണോ, അവർ ഡിസാറ്റിസ്ഫൈഡ് ആണോ നമുക്കറിയണം. എങ്ങനെ എനിക്കറിയാൻ പറ്റുക, we can review the correspondence between Kandinsky company and the supplier of cocoa bean in order to understand whether they have extended credit terms from 50 days to 80 days. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, obtain external confirmation from the Kandinsky company's supplier of cocoa bean in order to understand whether the supplier have agreed to the extended payment terms. നമുക്ക് ചോദിക്കാടേ. ഇനി അവരവിടെ പറഞ്ഞു ബാങ്ക് ലോൺ ഉണ്ട്, ആ ബാങ്ക് ലോണിൻ്റെ എമൗണ്ട് അതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ശരിക്കും ഡ്യൂ ആണോ, ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ എന്ത് ചെയ്യാം, വേണം നമുക്ക് ബോർഡ് മിനിറ്റ്സ് നോക്കാം, എന്നിട്ട് നമുക്ക് ഡിസ്കഷൻസ് ഓഫ് ദി മീറ്റിംഗ് നോക്കാം, അതെങ്ങനെയാണ് അവർ ആ ലോണിൻ്റെ എമൗണ്ട് റീപേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ ബാങ്കിൻ്റെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ ഒബ്റ്റൈൻ ചെയ്യാം, ഇവർ ഓൾറെഡി എന്തെങ്കിലും കോവനൻസ് ബാങ്ക് ലോണുമായിട്ട് റിലേറ്റ് ചെയ്ത് ബ്രീച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ. സോ ഇങ്ങനെ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കുക, എന്നിട്ട് സ്പെസിഫിക്കലി ബേസ്ഡ് ഓൺ സിനാരിയോ എന്ത് ചെയ്യാൻ നോക്കുക, പ്രൊസീജിയേഴ്സ് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതാണ് ചെയ്യേണ്ടത് വെൻ യു ഗെറ്റ് എ ക്വസ്റ്റൻ ഓൺ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി ബേസ്ഡ് ഓൺ ഗോയിങ് കൺസേൺ മാറ്റേഴ്സ് ഐഡന്റിഫൈഡ്. ഇനി അതിൻ്റെ തന്നെ പാർട്ട് ബിയിൽ നിങ്ങളോട് ചോദിച്ചേക്കുന്ന ഒരു റിക്വയർമെൻ്റ് ആണ്, ഡിസ്കസ് ദ റെലവൻസ് ആൻഡ് മെഷറബിലിറ്റി ഓഫ് ദി റിപ്പോർട്ടഡ് പെർഫോമൻസ് ഇൻഫർമേഷൻ. ഇത് ആക്ച്വലി കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതായത് ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളോട് ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. റോക്തോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അതൊരു പബ്ലിക് സെക്ടർ യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു.
ദെൻ നിങ്ങളോട് അവിടെ പറഞ്ഞേക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? നിങ്ങളോട് പറഞ്ഞു അവിടെ അപ്രോക്സിമേറ്റ്ലി 2000 സ്റ്റുഡൻസ് ആണുള്ളത്. ദെൻ 10 years ago അവർ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ബിസിനസ്. അവിടുത്തെ കുട്ടികൾക്ക് കുറേ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ദെൻ നമ്മളോട് പറഞ്ഞു ഹയസ്റ്റ് പെർഫോമിംഗ് സ്റ്റുഡൻസിന് ഡിസ്റ്റിങ്ഷൻ കിട്ടും. അതേപോലെ തന്നെ സ്റ്റുഡൻസിന് ട്യൂഷൻ ഫീസ് 10,000 പെർ ഇയർ ആണ് പേ ചെയ്യേണ്ടത്. ആൻഡ് ഡിഗ്രി പ്രോഗ്രാം ടിപ്പിക്കലി 3 years ആണെന്ന് പറഞ്ഞു. ആൻഡ് ഓഡിറ്റ് വർക്ക് പിന്നെ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇനീഷ്യലി നമ്മളോട് പറഞ്ഞ ഡീറ്റെയിൽസ്. അപ്പോൾ അത് വെച്ചിട്ട് ചോദിക്കുകയാണ്, ഈ കോളേജിനെ കുറിച്ചുള്ള കുറച്ച് പെർഫോമൻസ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഗ്രാജുവേഷൻ റേറ്റ്, അക്കാഡമിക് പെർഫോമൻസ്, എംപ്ലോയബിലിറ്റി, കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ. നിങ്ങളോട് ചോദിക്കുന്ന ഇതാണ്, ഈ പെർഫോമൻസ് ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, ഇത് ഓരോന്നും, അതായത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ, പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവിങ് എ ഡിസ്റ്റിങ്ഷൻ, ഇത് ഓരോന്നും ഇവർ അച്ചീവ് ചെയ്താണോ എന്നുള്ളത്, മെഷറബിൾ ആണോ എന്നുള്ളത് നമുക്കറിയണം. ഇത് റെലവൻ്റ് ആണോ എന്ന് പറയണം. അപ്പോൾ നിങ്ങളോട് ജനറലായിട്ട് ചോദിച്ചേക്കുന്ന ഇത്രയേ ഉള്ളൂ, ഈ തന്നേക്കുന്ന പെർഫോമൻസ് ഇൻഫർമേഷനുള്ള ഓരോന്നും റെലവൻ്റ് ആണോ, ഇത് ഓരോന്നും മെഷർ ചെയ്യാൻ പറ്റുന്നതാണോ. ഔട്ട് ഓഫ് 10 mark 5 മാർക്കാണ് ഇതിനുള്ളത്. അപ്പോൾ ലിറ്ററലി റെലവൻസ് പറയുന്നത് 2.5 മാർക്സും മെഷറബിലിറ്റി പറയുന്നത് 2.5 മാർക്സും ആയിരിക്കും ഉണ്ടാവുക. ഓവർ എലാബറേറ്റ് ചെയ്ത് നിങ്ങൾ എഴുതണ്ട, ബട്ട് സ്റ്റിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, റെലവൻ്റ് ആണോ എന്നുള്ള പറയണം. അതായത് ഒരു കോളേജിനെ സംബന്ധിച്ച് ഗ്രാജുവേഷൻ റേറ്റ്, പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ പ്രോഗ്രാം റെലവൻ്റ് ആണോ, ആണ്, വൈ. അക്കാഡമിക് പെർഫോമൻസ് റെലവൻ്റ് ആണോ, ആണെങ്കിൽ വൈ. ഇങ്ങനെയുള്ള ഓരോന്നുമാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സിമ്പിൾ ടിപ്പ് ഇതാണ്, പെർഫോമൻസ് ഇൻഫർമേഷൻ റെലവൻ്റ് ആണോ എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ചിന്തിക്കേണ്ടത് അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്. അതായത് ഒരു കോളേജിനെ സംബന്ധിച്ച് അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്. സ്റ്റുഡൻസ് ഉണ്ടാവും, പേരൻസ് ഉണ്ടാവും, പൊട്ടൻഷ്യൽ എംപ്ലോയേഴ്സ് ഉണ്ടാവും, പബ്ലിക് ഉണ്ടാവും, ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ഉണ്ടാവും, ഹയർ എഡ്യൂക്കേഷൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും അവിടുത്തെ യൂസേഴ്സ്, അല്ലേ? അവരെ ഓരോരുത്തരെ സംബന്ധിച്ച് റെലവൻ്റ് ആണോ എന്ന് പറയാം. മെഷറബിലിറ്റി പറയാനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് എലമെൻ്റ് ആണോ നോക്കാം. എന്നിട്ട് അത് മെഷറബിൾ ആണോ എന്ന് പറയാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു കംപ്ലീറ്റഡ് ദ ഗ്രാജുവേഷൻ പ്രോഗ്രാം മെഷറബിൾ ആണോ? അതെ, മെഷറബിൾ ആണ്. കാരണം എന്താണ്, അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. അതുകൊണ്ട് തന്നെ അത് മെഷറബിൾ ആണ്. പക്ഷെ അത് റെലവൻ്റ് ആണോ? റെലവൻറ്റും ആണ്. കാരണം എന്താ, നമ്മുടെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് കുട്ടികൾ നോക്കും അവിടെ എത്ര പേര് ഓൾറെഡി പഠിച്ചവർ പാസ്സായിട്ടുണ്ടെന്ന്. സെയിം as that on the other hand 70% of the students rate university experience as excellent or very good. അത് നമുക്ക് മെഷറബിൾ ആണോ? ടു ബി ഫ്രാങ്ക് മെഷറബിൾ അല്ല. കാരണം എന്താ, അതൊരു ക്വാളിറ്റേറ്റീവ് എലമെൻ്റ് ആണ്, അല്ലേ? അതൊരു ക്വാളിറ്റേറ്റീവ് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ അതെന്തല്ല, മെഷറബിൾ അല്ല. പക്ഷേ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് റേറ്റ് ദെയർ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് ആർ എക്സലൻറ്റ് ഓർ വെരി ഗുഡ്, അവിടെ അതൊരു റെലവൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒബ്ജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാണോ? അതെ. കാരണം എന്താണ്, ഏതൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നോക്കും ഫാക്കൽറ്റീസിൽ എത്ര സാറ്റിസ്ഫൈഡ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മെഷറബിൾ ആണ്. മെഷറബിലിറ്റി കുറവാണെങ്കിലും റെലവൻസ് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകുക. അപ്പോൾ ഓരോന്നും റെലവൻ്റ് ആണോ എന്ന് പറഞ്ഞു പോവുക, കാരണം പറയുക, മെഷറബിൾ ആണോ എന്ന് പറയുക, കാരണം പറയുക. ഇനി രണ്ടാമത് ചോദിച്ചേക്കുന്നത് എന്താ, റെക്കമെൻഡ് എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ടു ബി യൂസ്ഡ് ഇൻ ഓഡിറ്റിംഗ് ദ പെർഫോമൻസ് ഇൻഫർമേഷൻ. പെർഫോമൻസ് ഇൻഫർമേഷൻ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവിടെ ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ എനിക്ക് മാനേജ്മെൻറ്റായിട്ട് എന്തൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് കൺഫർമേഷൻ വാങ്ങിക്കാൻ പറ്റും, കറസ്പോണ്ടൻസ് എന്തെങ്കിലും റിവ്യൂ ചെയ്യാനുണ്ടോ, റീകാൽക്കുലേറ്റ് ചെയ്യാനുണ്ടോ, യൂഷ്വൽ പ്രൊസീജിയേഴ്സ് ആലോചിച്ച് നോക്കുക, അത് ഓരോന്നും അപ്ലൈ ചെയ്യാൻ നോക്കുക സിനാരിയോയിലേക്ക്. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുക, പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു കംപ്ലീറ്റഡ് ദ ഡിഗ്രി പ്രോഗ്രാം ഗ്രാജുവേഷൻ റേറ്റ് 85% ആണെന്ന് പറഞ്ഞു. എങ്ങനെയായിരിക്കും കൺഫേം ചെയ്യാൻ പറ്റുക? Recalculate the graduation rate by considering percentage of students who completed the program by the percentage of students who have attended for the graduation to ensure whether the amount of graduation rate of 85% is mathematically accurate. ഇനി അവർ പറഞ്ഞു 65% of സ്റ്റുഡൻസിന് ഗ്രാജുവേഷൻ ലെവൽ എംപ്ലോയ്മെൻറ്റ് കിട്ടി. എങ്ങനെയായിരിക്കും കൺഫേം ചെയ്യാൻ പറ്റുക? Obtain external confirmation from a sample of students who achieved their employment in order to confirm whether they have actually received graduation level employment. അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ സ്റ്റുഡൻസ് ആൻഡ് റോക്തോ യൂണിവേഴ്സിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വെദർ സ്റ്റുഡൻസ് ഹാവ് ഇൻഫോംഡ് ദ റോക്തോ യൂണിവേഴ്സിറ്റി അബൌട്ട് ദെയർ അച്ചീവ്മെൻറ്റ് ഓഫ് ഗ്രാജുവേഷൻ ലെവൽ എംപ്ലോയ്മെൻറ്റ്. ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റിവ്യൂ സാമ്പിൾ ഓഫ്
feedback forms from the students to confirm whether majority of students have rated their university experience as excellent or very good. So ഇങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടാവുക പെർഫോമൻസ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ്. സോ ലിറ്ററലി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് തന്നെ ആയിരിക്കും. ബട്ട് ലോജിക്കിന് എന്ത് ചെയ്യുക, സിനാരിയോനെ ബേസ് ചെയ്ത് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയായിരിക്കും KPIയുടെ ചോദിക്കുക. ഇനി ഇതിന് പുറമെ നമുക്ക് വേറെ 2 ക്വസ്റ്റ്യൻസും കൂടെ നമ്മുടെ കിറ്റിൽ അവൈലബിൾ ആണ്. ന്യൂമാൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ന്യൂമാൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മളോട് ഒരു ഫൈറ്റർ ജെറ്റ് കമ്പനിയുടെ പെർഫോമൻസ് ഇൻഫർമേഷൻ ആണ് നൽകുന്നത്. അപ്പോൾ അവരവരുടെ പെർഫോമൻസ് അച്ചീവ്മെൻറ്റ് പറഞ്ഞു. അവർ 7% ഫ്യൂവലിൻ്റെ എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്തു എന്നാണ് അവരുടെ ഒരു പെർഫോമൻസ് ഇൻഫർമേഷൻ. അതിൻ്റെ PFIയുടെ എക്സാമിനേഷൻ പ്രൊസീജിയർ എഴുതാൻ പറഞ്ഞു. എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? വി ക്യാൻ പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് current year fuel expense with the prior year in order to confirm whether the fuel expense has been reduced by 7%. ചെയ്തുകൂടെ നമുക്ക്? ഇനി ഇതേപോലെ തന്നെ ഇപ്പം വേറൊരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമുക്ക് മൂസ്വുഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മൂസ്വുഡ് ഹോസ്പിറ്റൽ. സോ ആ മൂസ്വുഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആസ് ദ നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റ് അതൊരു ഹോസ്പിറ്റലാണ്. അവരുടെ പെർഫോമൻസ് ഇൻഫർമേഷൻ ആണ്. 6 പേഷ്യൻറ്റിന് ഒരു നേഴ്സ് വെച്ചിട്ടുണ്ട്. 75% ഓഫ് സർജിക്കൽ റൂംസ് യൂസ് ചെയ്യണം. ഒരു പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു പോയി കഴിഞ്ഞാൽ വിത്തിൻ 28 ഡേയ്സിനുള്ളിൽ റീവിസിറ്റ് ചെയ്യാൻ പാടില്ല സെയിം അസുഖമായിട്ട്. അങ്ങനെ വരുന്നവരുടെ എണ്ണം 3% താഴെ ആയിരിക്കണം. ഇതൊക്കെയാണ് അവരുടെ പെർഫോമൻസ് ഇൻഫർമേഷൻ. അത് എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ സിറ്റുവേഷൻ എന്ത് ചെയ്യുക, ലോജിക്കലി ആലോചിച്ച് നോക്കുക. ഇവിടെ എന്ത് ചെയ്താലാണ് 6 പേഷ്യൻ്റ് നേഴ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റുക? എന്ത് നോക്കിയാലാണ് 75% സർജിക്കൽ റൂംസ് യൂസ് ചെയ്തതെന്ന് അറിയാൻ പറ്റുക? അങ്ങനെ ലോജിക്കലി ആലോചിച്ച് നോക്കുക. എന്നിട്ടായിരിക്കണം നമ്മൾ പ്രൊസീജിയേഴ്സ് എഴുതുന്നത്. So this is how you will be getting questions in the area of KPI. ഇങ്ങനെയായിരിക്കും KPIയുടെ ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് ചോദിക്കുക. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് പ്യുവർ സിനാരിയോ ആയിരിക്കണം നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടി വരിക. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന PFI എൻഗേജ്മെൻറ്റിനെയാണ്. PFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് ഒരു കമ്പനിയുടെ ബഡ്ജറ്റിനെയും ഫോർകാസ്റ്റിനെയൊക്കെയാണ് PFI എന്ന് വിളിക്കുക. അപ്പം ഫോർകാസ്റ്റഡ് ഇൻഫർമേഷൻ്റെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് നമ്മളെടുത്ത് ചോദിക്കും. സോ ഈ ഫോർകാസ്റ്റിൻ്റെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ചോദിക്കുമ്പോൾ നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താണ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ്. അതും ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽസും തമ്മിൽ, നോർമൽ ഫിനാൻഷ്യൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറയാറുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താ, ഓൾറെഡി സംഭവിച്ച കാര്യങ്ങളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിളിക്കുക. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് PFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സംഭവിച്ച കാര്യങ്ങളല്ല, പകരം എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെയാണ് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, we will not be having much of audit evidence here. So whenever you perform procedure, you should always keep it in mind, these are not the informations which have already occurred, but these are the things which are going to happen in future. So in that case, you should always be focusing much on analytical procedures and inquiry. You should keep on inquiring the management about the assumptions that they have taken in relation to each of the areas. You must consider performing analytical procedure by comparing the current year details with that of the prior year, or comparing the current year with data with that of the industry average or with that of the competitors. So ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ അവിടെ കൂടുതൽ പറയേണ്ടത്. സോ പ്യുവർലി ബേസ്ഡ് ഓൺ സിനാരിയോ നമ്മൾ പറഞ്ഞാൽ മാത്രമായിരിക്കും PFIയുടെ കേസിൽ നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ PFIക്ക് ജനറൽ ആയിട്ട് എഴുതിയേക്കുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആ ഫോർകാസ്റ്റഡ് ഇൻഫർമേഷൻ, അതായത് P&L ആണ് P&L, SOFP ആണ് SOFP, അത് എന്ത് ചെയ്യാൻ പറയാം, റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് പോളിസീസ് യൂസ് ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഈ എഴുതി വെച്ചേക്കുന്ന ജനറൽ പോയിന്റ്സ്. പക്ഷേ ഇത് എഴുതിക്കൊണ്ട് മാർക്ക് കിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പ്യുവർലി ബേസ്ഡ് ഓൺ സിനാരിയോ തന്നെ മാക്സിമം പോയിന്റ്സ് എഴുതാനായിട്ട് നോക്കുക. ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് PFIയുടെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് എഴുതാൻ പറഞ്ഞു. സോ നമുക്കിവിടെ ഒരു ചാർട്ട് അവർ തന്നിട്ടുണ്ട്, ഐ മീൻ SOPL തന്നിട്ടുണ്ട്. അങ്ങനെ SOPLനകത്ത് തന്നേക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, എഴുതാൻ നോക്കുക. ഇതിപ്പോൾ ഒരു സിനിമാസിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ ചെയ്ത ക്വസ്റ്റൻ ആയിരുന്നു. ഇവർ ഫസ്റ്റ് പറയുന്നുണ്ട് റവന്യൂ അവർ കമ്പനിയിൽ പുതിയ സിനിമാസിലെല്ലാം പുതിയ പ്രൊജക്ടേഴ്സ് വെച്ചു, അതേപോലെ തന്നെ പുതിയ ലാർജർ സ്ക്രീൻ ആക്കി എന്ന് പറഞ്ഞു.
അതേപോലെ തന്നെ ടിക്കറ്റ് പ്രൈസ് 7.5 നിന്ന് അവർ 10 കൂട്ടുകയാണെന്ന് പറഞ്ഞു അവരുടെ തിയേറ്ററിലെ. പിന്നെ അവർ നിങ്ങളുടെ എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ ഉണ്ട്, സ്റ്റാഫിൻ്റെ കോസ്റ്റ് ഉണ്ട്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? റവന്യൂ നിങ്ങൾക്ക് പറയാം, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെൻറ്റ് അബൌട്ട് ദ റീസൺ ഫോർ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ റവന്യൂ ആസ് കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് ദി പ്രയർ ഇയർ വിച്ച് ഹാസ് ഇൻക്രീസ് ബൈ എത്ര പെർസെൻറ്റേജ് ആണോ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം. ഇനി അവർ പറഞ്ഞു ടിക്കറ്റ് പ്രൈസ് 7.5 നിന്ന് 10 ആക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദേ ഡിറ്റർമൈൻ ദ ടിക്കറ്റ് പ്രൈസ് ഓഫ് 10 ടു കൺസിഡർ വെദർ ദ എമൗണ്ട് ഓഫ് ടിക്കറ്റ് പ്രൈസ് ന്യൂ ടിക്കറ്റ് പ്രൈസ് ഈസ് റീസണബിൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് ടിക്കറ്റ് പ്രൈസ് ഓഫ് $10 with that of the competitors to understand whether the ticket price determined by the company is appropriate. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? You can obtain the breakdown of revenue in order to confirm whether the number of tickets multiplied by the number of ticket price ഒന്നുകൂടെ അത് പറയാം. നമുക്ക് അവിടെ എന്താ ചെയ്യാൻ പറ്റുക? Recalculate the revenue by considering the average number of expected ticket sales and considering the new ticket price of $10 in order to confirm whether the amount of revenue computed is mathematically accurate. ഇനി നമുക്ക് വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? You can obtain the breakdown of operating expense in order to confirm whether the new staff cost, depreciation of new plant and equipment, repair and other maintenance expenses have been appropriately included within the operating expenses. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കറണ്ട് ഇയർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്രയർ ഇയറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഇനി ഇവർ പുതിയ മെഷീൻസ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീകാൽക്കുലേറ്റ് ദ ഡിപ്രിസിയേഷൻ ഓഫ് PPE in order to confirm whether the depreciation expenses in relation to the new projectors and larger screens have been included. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോവുക. അപ്പോൾ ഇങ്ങനെ പ്യൂർലി ബേസ്ഡ് ഓൺ സിനാരിയോ ആയിരിക്കണം പറയുന്നത്. അപ്പോൾ PFIയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരേ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ ദീസ് ആർ നോട്ട് ദി ഇൻഫർമേഷൻസ് വിച്ച് ഹാവ് ഓൾറെഡി ടേക്കൺ പ്ലേസ്. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ആ ലോജിക്ക് വെച്ചിട്ട് തന്നെ ആൻസേഴ്സ് എഴുതാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഏരിയ ആണ് ഡ്യൂ ഡെലിജൻസ് എന്ന് പറയുന്ന എൻഗേജ്മെൻറ്റ്സ്. സോ ബേസിക്കലി ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെൻറ്റ് വരുന്ന സമയത്ത് ആദ്യമേ എന്താണ് ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെൻറ്റ് എന്നുള്ളത് ലോജിക്കലി ആലോചിച്ച് നോക്കുക. സോ ബേസിക്കലി നമുക്കറിയാം ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ അക്വിസിഷൻ നടത്താൻ പോവാണ്, അല്ലെങ്കിൽ ഒരു കമ്പനി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവാണ്. അപ്പോൾ അക്വിസിഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേർത്ത് ഇറ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന എൻഗേജ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെൻറ്റ് എന്ന് വിളിക്കുക. അപ്പം ഒരു കമ്പനിയുടെ അക്വിസിഷൻ വേർത്ത് ഇറ്റ് ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചു. അപ്പോൾ നിങ്ങളോട് റിക്കമെൻഡിൽ ഇങ്ങനെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, റെക്കമെൻഡ് ദ അഡീഷണൽ ഇൻഫർമേഷൻ വിച്ച് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ യുവർ ഫേംസ് ഡ്യൂ ഡെലിജൻസ് റിവ്യൂ, എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ദി ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങളോട് ചോദിക്കും എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഡ്യൂ ഡെലിജൻസ് റിവ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ വേണ്ടതെന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പം സിനാരിയോയ്ക്കകത്ത് ഈ അക്വിസിഷൻ നടത്താൻ പോകുന്ന കമ്പനീനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. എന്നിട്ട് ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് അക്വിസിഷൻ നടത്തുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അതിനനുസരിച്ച് വേണം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ. ആൻഡ് എക്സാമിനോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, വെനെവർ യു റിക്വസ്റ്റ് ഫോർ ആൻ അഡീഷണൽ ഇൻഫർമേഷൻ യു ഷുഡ് ഓൾവേസ് ബി തിങ്കിങ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ ബയ്യർ. ഒരു ബയ്യർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെന്നറിയാൻ. അപ്പോൾ എപ്പോഴും ഒരു ബയ്യർ പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എന്തൊക്കെയാണോ ആ ഓരോ ഇൻഫർമേഷൻസും നിങ്ങൾ ചോദിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കാൻ നോക്കി, the company has grown rapidly in the last 3 years as more affluent customers can afford cost of installing and maintaining swimming pool and hot tub. Expansion was funded by a significant bank loan. Company relies on an overdraft facility in the winter months in which less operating cash flow arise from maintenance work. അവിടെ നമ്മളോട് പറഞ്ഞു, ഇപ്പോൾ ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു പെർസ്പെക്റ്റീവ് പറയാം. ഇവിടെ ഇവരൊരു കമ്പനി അക്യൂർ ചെയ്യാൻ പോവാണ്. ജേക്കബ് കമ്പനി എന്ന് പറയുന്ന കമ്പനി ലോക്കി കമ്പനീനെ അക്യൂർ ചെയ്യാൻ പോവാണ്. ജേക്കബ് കമ്പനി ഇവരെ അക്യൂർ ചെയ്യുന്നത് ജേക്കബ് കമ്പനിക്ക് സ്വിമ്മിംഗ് പൂളും ഹോട്ട് ടബൊക്കെ ഉണ്ടാക്കുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് ലോക്കി കമ്പനി. അപ്പോൾ ആ ലോക്കി കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറഞ്ഞേക്കാണ്, കമ്പനി റീസെൻറ്റ് ഇയേഴ്സിൽ റാപ്പിഡ്ലി ഗ്രോ ആയി. അവരുടെ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്വിമ്മിംഗ് പൂളും ഹോട്ട് ടബൊക്കെ കൂടുതൽ കസ്റ്റമേഴ്സിന് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സ്പാൻഷന് വേണ്ടിയിട്ട് അവർ ബാങ്ക് ലോൺ എടുത്തു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എടുത്തിട്ടുണ്ട്, കാരണം വിൻ്റർ മന്ത്സിൽ ലെസ് ക്യാഷ് ഫ്ലോസ് ആണെന്ന് പറഞ്ഞു.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അക്വിസിഷൻ നടത്താൻ പോകുന്ന കമ്പനീനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളെയാണ് വിടുന്നത് ഈ അക്വിസിഷൻ വേണോ വേണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലോജിക്കലി ആലോചിച്ച് നോക്കണം ഈ അക്വിസിഷൻ വേർത്തിട്ടാണോ അല്ലയോ എന്നറിയാനായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. സിനാരിയോനെ ബേസ് ചെയ്ത് ലോജിക്കലി ആലോചിച്ച് നോക്കുക. അപ്പം നമ്മളോട് ഇവിടെ സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്നത് എന്താ? എക്സ്പാൻഷൻ ബാങ്ക് ലോൺ വഴിയാണ് ഫണ്ട് ചെയ്തേക്കുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അവിടെ അറിയേണ്ടി വരുന്നത് എന്തായിരിക്കും? ഇവർ ബാങ്ക് ലോൺ എടുത്തേക്കുന്ന എത്രയാണെന്ന് അറിയേണ്ടി വരില്ലേ? ലോണിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയേണ്ടി വരില്ലേ? അതേപോലെ തന്നെ ഈ ലോൺ എടുത്തേക്കുന്നത് എങ്ങനെയാണ് റീപേ ചെയ്യേണ്ടത്, എന്തൊക്കെ സെക്യൂരിറ്റിയാണ് കൊടുത്തേക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അറിയേണ്ടി വരും. കാരണം എന്തായിരിക്കും? അക്വിസിഷൻ നടത്തിയതിന് ശേഷം ഈ എമൗണ്ട് ഒക്കെ പേ ഓഫ് ചെയ്യേണ്ട ആരാ? നമ്മളാണ്. സോ വി നീഡ് ടു നോ അബൌട്ട് ദ ലയബിലിറ്റി, എന്നിട്ട് മാത്രമേ നമുക്ക് അക്വിസിഷൻ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടാവുക. സെയിം എസ് ദാറ്റ് അവർ നമ്മളോട് പറഞ്ഞു കമ്പനിക്ക് എന്തുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് ഇവർ ഒരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ എന്തായിരിക്കും വേണ്ടത്? ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി വേണം. ദ എമൗണ്ട് വിച്ച് ഹവ് ഓൾറെഡി drawn by the company, in addition to which the amount of interest rate, repayment terms all have to be considered. And in addition to all of this, we should also consider whether we will also be able to take the same overdraft facility after acquiring the client company. കാരണം എന്തായിരിക്കും? once acquisition കഴിഞ്ഞു കഴിഞ്ഞാൽ in the winter months we will also be facing same cash flow difficulties. So in that case നമുക്ക് ഈ പറയുന്ന ഈ overdraft facility കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ we will also be able to continue with the ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പനി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം നമുക്കും ആ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി കിട്ടുമെന്ന്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ ഓരോന്നും പറയുന്നുണ്ടാവുക. അപ്പോൾ സിനാരിയോനെ പറഞ്ഞേക്കുന്ന എന്തൊക്കെയാണ് അഡീഷണൽ ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. അതിന് പുറമേ നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ചോദിക്കാം. അതായത് ഇപ്പം ഒരു അക്വിസിഷൻ നടത്താൻ പോകുമ്പോൾ നമുക്ക് എന്താണല്ലോ അറിയേണ്ട കാര്യമായിരിക്കും? പ്രയർ ഇയർ ഓഡിറ്റഡ് ഫിനാൻഷ്യൽസ്, കാരണം കമ്പനിയുടെ ആക്ച്വൽ പെർഫോമൻസ് എന്താണെന്ന് അറിയാൻ. മോസ്റ്റ് റീസെൻറ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് നമുക്ക് ചോദിക്കാം. ബഡ്ജറ്റ്സോ ആക്ച്വലി തമ്മിൽ വേരിയൻസ് ഉണ്ടോ എന്ന് അറിയാൻ. കമ്പനിയുടെ ഫോർകാസ്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ ഓപ്പറേഷൻസ് എങ്ങനെയായിരിക്കും, കമ്പനിക്ക് എത്രത്തോളം ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പ്രോബബിൾ ആയിട്ടുണ്ടെന്നുള്ളത് അറിയാൻ. സെയിം എസ് ആയിട്ട് നമുക്ക് കമ്പനിയുടെ കോർപ്പറേറ്റ് സ്ട്രക്ചർ ചോദിക്കാം. കാരണം ആഫ്റ്റർ അക്വിസിഷൻ നമ്മുടെ കമ്പനിയുടെ കറണ്ട് എക്സിസ്റ്റിംഗ് സ്ട്രക്ചറും ന്യൂ ബിസിനസിൻ്റെ സ്ട്രക്ചറും തമ്മിൽ കമ്പൈൻഡ് ആയിട്ട് പോകുമോ എന്നുള്ളത് നമുക്കറിയണം. സോ ഇങ്ങനെ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം എന്ന് പറയാം. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക ഇൻ റിലേഷൻ ടു ദ additional information which we need to obtain in relation to due diligence engagement. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ ഓരോന്നിനെ കുറിച്ചും നമ്മൾ പറയാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നത്. റെക്കമെൻഡ് ദ അഡീഷണൽ ഇൻഫർമേഷൻ വിച്ച് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ ദ ഫേംസ് ഡ്യൂ ഡിലിജൻസ് റിവ്യൂ. എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ സച്ച് ഇൻഫർമേഷൻ. അപ്പോൾ ഓരോ കേസിലും ലോജിക്കലി സിനാരിയോനെ ബേസ് ചെയ്ത് ആലോചിച്ച് നോക്കുക എന്തൊക്കെയാണ് നമുക്ക് ഇൻഫർമേഷൻ വേണ്ടത്. എന്തൊക്കെ ഇൻഫർമേഷൻ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്താ ഇൻഫർമേഷൻ വേണ്ടതെന്ന് പറയണം, അത് എന്തിനാണെന്നുള്ളതും പറയണം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെൻറ്റിൻ്റെ കേസിൽ ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഏരിയ. സോ ബേസിക്കലി നമ്മൾ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ തിയറിറ്റിക്കൽ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമ്മൾ എന്താണ് മണി ലോണ്ടറിങ് എന്നുള്ള കാര്യം പഠിച്ചു. എന്താ മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് ആണ്. ഒരു കമ്പനി ഇല്ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് ഏൺ ചെയ്ത ഫണ്ടിനെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് ഏൺ ചെയ്ത ഫണ്ട് പോലെ അപ്പിയർ ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് മണി ലോണ്ടറിങ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്ന പ്രോസസ്സാണ് മണി ലോണ്ടറിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ബേസിക്കലി മണി ലോണ്ടറിങ്ങിൻ്റെ അകത്ത് 3 സ്റ്റേജസ് ആണുള്ളത്: പ്ലേസ്മെൻറ്റ്, ലെയറിംഗ്, ഇൻറ്റഗ്രേഷൻ. പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി ഒരു ഇല്ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് കൊണ്ടുവന്ന ഫണ്ടിനെ നമ്മൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ് സോഴ്സിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ സ്റ്റേജിനെയാണ് പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുക. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺവേർഷൻ സ്റ്റേജ്. ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓഫ് ബിസിനസ് ടു കൺസീൽ ദ ഒറിജിനൽ സോഴ്സ്. ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി ദിസ് മണി വിൽ ഹാവ് അപ്പിയറൻസ് ഓഫ് ലെജിറ്റിമേറ്റ് ഫണ്ട്. അതിനെയാണ് ഇൻറ്റഗ്രേഷൻ സ്റ്റേജ് എന്ന് വിളിക്കുക. ആൻഡ് ഓഡിറ്ററായ നമ്മളെ സംബന്ധിച്ച് മണി ലോണ്ടറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് മെയിൻലി 3 ഒഫൻസുകളാണ് വരിക. നമ്പർ 1, നമ്മൾ ടിപ്പിംഗ് ഓഫ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു മണി ലോണ്ടറിങ് സസ്പെക്റ്റിനെ അവർ മണി ലോണ്ടറിങ് ചെയ്ത കാര്യം നമ്മൾ അറിഞ്ഞു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു മണി ലോണ്ടറിങ് സസ്പെക്റ്റിന് അഗൈൻസ്റ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അവർ ഇൻവെസ്റ്റിഗേഷനെ പ്രെജുഡൈസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ ഒരു സസ്പെക്റ്റ് ആണെന്നുള്ളത് അവരെ ഇൻഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ടിപ്പിംഗ് ഓഫ് എന്ന് വിളിക്കുക. അതായത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ചോർത്തി കൊടുക്കുക എന്ന് പറയുന്ന പോലെ. രണ്ടാമത് വരുന്ന ഒഫൻസാണ് ഫെയിലിയർ ടു ഡിസ്ക്ലോസ്. അതായത്
ഫെയിലിയർ ടു ഡിസ്ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഓഡിറ്ററായി നമ്മൾ മണി ലോണ്ടറിങ്ങിനെ കുറിച്ച് അറിഞ്ഞു, പക്ഷെ നമ്മൾ ആ കാര്യം റെഗുലേറ്ററി അതോറിറ്റിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിനെയാണ് ഫെയിലിയർ ടു ഡിസ്ക്ലോസ് എന്ന് വിളിക്കുക. ആൻഡ് മൂന്നാമത് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്, നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസ് ബിസിനസ്സുകളെല്ലാം ആൻറ്റി മണി ലോണ്ടറിങ് പ്രോഗ്രാം എടുക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ആൻറ്റി മണി ലോണ്ടറിങ് പ്രോഗ്രാം എടുത്തിട്ടില്ലെങ്കിൽ അതും എന്താണ്? ഇറ്റ്സ് ഓൾസോ ആൻ ഒഫൻസ്. ഇനി ഇതിന് പുറമെ നമ്മൾ പഠിച്ച കാര്യമായിരുന്നു മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് വേണ്ടതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു, ഒരു മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഫേമിനും ഒരു മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസർ ഉണ്ടാവും. ഓഡിറ്ററായി നമ്മൾ മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വി ഷുഡ് റിപ്പോർട്ട് ദാറ്റ് ടു മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസർ. അതിനുശേഷം എന്ത് ചെയ്യുക, മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർ തന്നെ ഒരു കൺക്ലൂഷൻ റീച്ച് ചെയ്യണം, ഈ പറയുന്ന സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിട്ടുള്ളതാണോ എന്ന്. ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ആ കാര്യം ആരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം? ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അവർ സ്റ്റാൻഡേർഡ് ഫോം കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് സസ്പെക്റ്റിൻ്റെ നെയിമും അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും നാഷണാലിറ്റിയും പറഞ്ഞിട്ടുണ്ടാവണം. ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ റെഫറൻസസ് കൊടുക്കണം. എന്തൊക്കെയാണോ സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് തോന്നുന്നത്, ആ സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നാനുള്ള റീസൺസ് പറയണം. വേറെ എന്തെങ്കിലും റെലവൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ആ ഇൻഫർമേഷൻ കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മണി ലോണ്ടറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഡീറ്റെയിൽസ് നമ്മൾ പ്രോപ്പർലി ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഒഫൻസ് ചെയ്തതായിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതൊക്കെ നമ്മൾ കുറേ ടൈം എടുത്ത് പഠിച്ച കാര്യങ്ങളായിരുന്നു. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ലാർക്ക് ആൻഡ് കോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. സോ ലാർക്ക് ആൻഡ് കോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി നിങ്ങളോട് റിക്വയർമെൻറ്റിൽ അത് ചോദിക്കുന്ന ഇത്രേ ഉണ്ടാവുള്ളൂ. യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ എക്സിബിറ്റ് 2 ഡിസ്കസ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് സർക്കംസ്റ്റൻസസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഓഡിറ്റ് സീനിയേഴ്സ് നോട്ട് ആൻഡ് നേച്ചർ ഓഫ് എനി റിപ്പോർട്ടിംഗ് വിച്ച് ഷുഡ് ടേക്ക് പ്ലേസ് ഇൻ റെസ്പെക്ട് ഓഫ് ഹെർ ഓൺ കമ്പനി. നമ്മളോട് ചോദിക്കുകയാണ്, ഈ സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ മണി ലോണ്ടറിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മണി ലോണ്ടറിങ് എന്ന് ചോദിച്ചിട്ടില്ല നമ്മളോട്, സിനാരിയോക്കകത്ത് ചോദിക്കുകയാണെങ്കിൽ സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ സർക്കംസ്റ്റൻസിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്, എന്ത് നേച്ചർ ഓഫ് റിപ്പോർട്ടിംഗ് ആണ് ഈ കേസ് ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. മക്കൾ നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള സിനാരിയോ ഒന്ന് വായിച്ചു നോക്കുകയും നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ക്വിക്ക്ലി വായിച്ചു നോക്കി എല്ലാവരും. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞേക്കുന്നത്? നമ്മളോട് പറഞ്ഞു ഹെറോൺ കമ്പനി എന്ന് പറയുന്ന ഒരു ഓണർ മാനേജ്ഡ് ബിസിനസ് ആണ്. അവർക്കൊരു ചെയിൻ ഓഫ് ബാർ അല്ലെ റെസ്റ്റോറൻറ്റ്സ് ആണുള്ളത്. അതേപോലെ തന്നെ അവർ നമ്മളോട് പറഞ്ഞു, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടു. 5.5 million ആണ് കമ്പനിയുടെ റവന്യൂ. പക്ഷേ കമ്പനിയുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയേക്കുന്ന റവന്യൂ 3.5 ഉള്ളൂ. 2 million കമ്പനിയുടെ ഓണർ മാനേജർ കൊണ്ടുവന്ന് കമ്പനിയിലേക്ക് പെട്ടെന്ന് ഇൻപുട്ട് ചെയ്ത എമൗണ്ട് ആണെന്ന് പറഞ്ഞു. നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവർ അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വില്ലിങ് ആവുന്നില്ല. നമ്മൾ നേരെ പോയിട്ട് ഇത് ചെയ്ത ജാക്ക് ഹെറോനോട് ചോദിച്ചു. പക്ഷേ അവരെന്ത് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്, നമ്മുടെ അടുത്ത് ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 2 million കമ്പനിയുടെ റവന്യൂൻ്റെ അത് വന്നിട്ടുണ്ട്. ആൻഡ് ഈ 2 million അവരതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓവർസീസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ഒരു മണി ലോണ്ടറിങ് റിലേറ്റഡ് കാര്യമാണ് നടന്നേക്കുന്നത്. കാരണം കമ്പനിയുടെ ശരിക്കുള്ള റവന്യൂ എത്രയേ ഉള്ളൂ, 3.5 ഉള്ളൂ. അതിൻ്റെ അകത്ത് 2 എന്ന് പറയുന്നത് എവിടുന്ന് പെട്ടെന്ന് കയറി വന്നേക്കുന്ന റവന്യൂ ആണ്. അതിന് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സോ ഡീറ്റെയിൽസോ ഒന്നുമില്ല. അങ്ങനെ അവർ നമ്മളോട് പറഞ്ഞു അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അവർ റിവീൽ ചെയ്യാൻ വില്ലിങ്ങും അല്ല എന്നുള്ള രീതിയിൽ. സോ നമുക്ക് എന്ത് പറയാം, ഇതൊരു മണി ലോണ്ടറിങ് റിലേറ്റഡ് ഒഫൻസ് ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മണി ലോണ്ടറിങ് റിലേറ്റഡ് ഒഫൻസ് ആണോ എന്ന് അറിയാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ നോക്കുക, കമ്പനിയുടെ ഓണേഴ്സ് ആരെങ്കിലും നേരെ ബിസിനസ്സിൽ കയറി ഇൻവോൾവ് ആയിട്ടുണ്ടോ? കമ്പനിയുടെ ആക്ച്വൽ റവന്യൂ അല്ലാതെ വേറെ ഏതെങ്കിലും എമൗണ്ട് വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് വന്നിട്ടുണ്ടോ? ക്യാഷ് ബേസിസിലുള്ള ബിസിനസ് ആണെന്ന് നോക്കുക. വന്ന ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക.
ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പോസിബിലിറ്റി ഓഫ് ഹാവിങ് മണി ലോണ്ടറിങ് ട്രാൻസാക്ഷൻ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക സിനാരിയോ പറഞ്ഞിട്ട് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ 5.5 മില്യൺ ആണ് കമ്പനിയുടെ റിഫ്ലക്റ്റഡ് റവന്യൂ, ആക്ച്വൽ റവന്യൂ 3.5 ആയിരുന്നു. കമ്പനിയുടെ ഓണർ മാനേജർ ജാക്ക് ഹെറോൺ അഡീഷണൽ ഫണ്ട് കമ്പനിയിലേക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു 2 മില്യൺ. ആൻഡ് അതിനുശേഷം ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ദിസ് റെപ്രസെൻറ്റ്സ് എ പോസിബിലിറ്റി ഓഫ് ഹാവിങ് മണി ലോണ്ടറിങ് എന്ന് പറയാം. ഇന്നലെ എന്താണ് മണി ലോണ്ടറിങ് എന്നുള്ള ഡെഫിനേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് ഓരോ സ്റ്റേജസും പറയാം, ആ ഓരോ സ്റ്റേജസ് എന്താണെന്നുള്ളത് എക്സ്പ്ലനേഷനും പറയാം. ഫസ്റ്റ് നിങ്ങൾ പറയാം ഇനീഷ്യലി 2 മില്യൺ കമ്പനിയുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പ്ലേസ്മെൻറ്റ് സ്റ്റേജ് വിച്ച് ഈസ് ഇൻപുട്ടിംഗ് ഫണ്ട് ഇൻ ടു ഫണ്ട് ഫ്രം എ ലെജിറ്റിമേറ്റ് സോഴ്സ് ഇൻ ടു എ ഇൻലെജിറ്റിമേറ്റ് സോഴ്സ് ഇൻ ടു എ ലെജിറ്റിമേറ്റ് ബിസിനസ് ആക്ടിവിറ്റി. അതാണ് പ്ലേസ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയാം. സെക്കൻഡ്ലി നിങ്ങൾ പറയാം ആൻഡ് ദെയർ ആഫ്റ്റർ ദേ ഹാവ് ട്രാൻസ്ഫേർഡ് ദ ഫണ്ട് ഫ്രം the company's bank account to the overseas financial institution. So overseas financial institutionലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് എന്താണെന്ന് പറയുക, ഇറ്റ് ഈസ് ലെയറിംഗ് സ്റ്റേജ്. സോ ലെയറിംഗ് സ്റ്റേജ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറയാം. സോ ലെയറിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് മണി ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓർ ബിസിനസ് ടു ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓർ ബിസിനസ് ടു കൺസീൽ ദ ഒറിജിനൽ സോഴ്സ്. അതാണ് ലെയറിംഗ് സ്റ്റേജ് എന്ന് പറയാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഏതാണ്, ഇൻറ്റഗ്രേഷൻ സ്റ്റേജ് ആണ്, വിച്ച് ഈസ് ദ മണി ഈസ് ഹാവിങ് അപ്പിയറൻസ് ഓഫ് എ ലെജിറ്റിമേറ്റ് ഫണ്ട്. ഇവിടെ ഇൻറ്റഗ്രേഷൻ സ്റ്റേജ് ഏതാ, ഫൈനലി ദേ ഹാവ് റിഫ്ലക്റ്റഡ് ദ 2 മില്യൺ വിത്തിൻ ദ കമ്പനീസ് റവന്യൂ. അതാണ് ഇൻറ്റഗ്രേഷൻ സ്റ്റേജ് എന്ന് പറയാം. സോ ഈ ഓൾ 3 സ്റ്റേജസ് പറയാം. ഇനി വേറെ എന്തെങ്കിലും ഒഫൻസുകൾ മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് പറയാം. നമുക്കറിയാം നോർമലി ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒഫൻസ് ഏതാ, ടിപ്പിംഗ് ഓഫ് ആണ്. ഇവിടെ ഏതായിരിക്കും ടിപ്പിംഗ് ഓഫ് വരിക, നമുക്കറിയാം മണി ലോണ്ടറിങ് സസ്പെക്റ്റിനെ അവർ ഇൻവെസ്റ്റിഗേഷൻ അണ്ടറിലാണെന്ന് കാണിക്കുന്ന എല്ലാം എന്താണ്, ടിപ്പിംഗ് ഓഫ് ആണ്. സോ ഇവിടെ നമ്മൾ ജാക്ക് ഹെറോനെ ക്വസ്റ്റ്യൻ ചെയ്തു, അവർ അഗ്രസീവായിട്ട് പെരുമാറി എന്ന് പറയുന്നുണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ടിപ്പിംഗ് ഓഫ് ബിക്കോസ് ഓഡിറ്റർ അലാംഡ് ആയിട്ട് അവരുടെ അടുത്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ടിപ്പിംഗ് ഓഫ് സ്റ്റേജ് ആണ്. സോ ഇതാണ് മണി ലോണ്ടറിങ്ങിൻ്റെ സ്റ്റേജസ് എന്ന് പറയാം. ക്ലിയർ ആയോ? ഇനി ഇതിന് പുറമെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിവിടെ എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് എന്ന് പറയാം. നമ്മൾ എടുക്കേണ്ട ആക്ഷൻ അല്ലെ സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് മാത്രമായിരിക്കും ഉണ്ടാവുക, വി നീഡ് ടു റിപ്പോർട്ട് ഇറ്റ് ടു ദ മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസർ. MLROയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക, മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസറുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള സേഫ് ഗാർഡ്. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ എന്ത് നേച്ചർ ഓഫ് റിപ്പോർട്ടിംഗ് ആണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. സോ എന്ത് നേച്ചർ ഓഫ് റിപ്പോർട്ടിംഗ് ആണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കുക. നേച്ചർ ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച് MLROനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. MLROയുടെ അടുത്ത് നമ്മൾ ഇൻഫോർമേഷൻ എല്ലാം പാസ് ചെയ്യുക. MLRO എന്ത് ചെയ്യുന്നുണ്ടാവണം, ഇതിൻ്റെ റീസണബിൾനെസ് കൺസിഡർ ചെയ്തിട്ട് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. MLRO ഒരു സ്റ്റാൻഡേർഡ് ഫോം കംപ്ലീറ്റ് ചെയ്യണം. ആ ഫോമിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാം. നമ്മൾ നേരത്തെ കണ്ടുപോലെ സസ്പെക്റ്റിൻ്റെ നെയിം, ഡീറ്റെയിൽസ്, ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ കണ്ട അഡീഷണൽ ഫാക്ടേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ആ സ്റ്റാൻഡേർഡ് ഫോം കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും മണി ലോണ്ടറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. ഇനി ഇതിന് പുറമെ ചിലപ്പോൾ മണി ലോണ്ടറിങ്ങിൻ്റെ തിയറി ക്വസ്റ്റ്യൻസും വരാം. നമ്മൾ മണി ലോണ്ടറിങ് പഠിച്ച സമയത്ത് ആൻറ്റി മണി ലോണ്ടറിങ് പ്രോഗ്രാമിനെ കുറിച്ചും അതിൻ്റെ ബേസിക് എലമെൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായി. അത് റിവൈസ് ചെയ്യുക, തിയറിറ്റിക്കൽ ഏരിയ. ആ ആൻറ്റി മണി ലോണ്ടറിങ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യനും വേണമെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക ഫ്രം ദ ഏരിയ ഓഫ് മണി ലോണ്ടറിങ്. ഇനി നമുക്കുള്ള ഏരിയ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെൻറ്റും ബിഫോർ എഗ്രീയിങ് ടേംസ് ഓഫ് ആൻ എൻഗേജ്മെൻറ്റും ആണ്. ഔട്ട് ഓഫ് വിച്ച് നമുക്ക് ആദ്യമേ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെൻറ്റ് തന്നെ നോക്കാം. സോ നിങ്ങളുടെ അടുത്ത് നോർമലി ജനറലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ മാറ്റേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. So these are the matters which you need to consider before accepting an audit engagement. നിങ്ങൾക്ക് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് ഓരോന്നും. റിസോഴ്സ്, റിസ്ക്, ഫീസ്, പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. നേരെ ഈ പോയിന്റ് കൊണ്ട് എഴുതി വെക്കരുത്, മാർക്ക് കിട്ടില്ല. സിനാരിയോ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും എന്തൊക്കെ ഫാക്ടേഴ്സാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ബിഫോർ ആക്സെപ്റ്റിംഗ് ആൻ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ റിസോഴ്സിനെ കുറിച്ച് പറയാം. നിങ്ങൾ നോക്കണം സിനാരിയോയ്ക്കകത്ത് എന്തെങ്കിലും റിസോഴ്സ് അവൈലബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ഓഡിറ്റാണിത്, ക്ലയൻറ്റ് കമ്പനി ഇൻവോൾവ് ആയേക്കുന്ന ബിസിനസ്സിൻ്റെ അകത്ത് അവിടെ കുറേ എസ്റ്റിമേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പേർട്ടിനെ വേണ്ടതായിട്ട് വരും ഈ വർക്ക് പെർഫോം ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിനുള്ള റിസോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളോട് പറയും മേ ബി മോർ ദാൻ 10+ അല്ലെങ്കിൽ 20+ സബ്സിഡറീസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും.
സോ റിസ്ക് ഓഫ് ദി എൻഗേജ്മെൻറ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് കൺസിഡർ ചെയ്യണം എന്ന് പറയാം. ഫീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അത് കൺസിഡർ ചെയ്യണം, എന്നിട്ട് എൻഗേജ്മെൻറ്റ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാം. അപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയിൽ ക്ലയൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഡിഫറെൻ്റ് ആണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ പോളിസീസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കണം വെദർ യു ആർ ഹാവിങ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ്, നിങ്ങൾക്ക് ആഡിക്വറ്റ് എമൗണ്ട് ഓഫ് സ്കിൽ അല്ലെങ്കിൽ നോളജ് ഉണ്ടോ ഈ വർക്ക് ചെയ്യാൻ, ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയൻറ്റ് കൺസിഡർ ചെയ്യണം എന്ന് പറയാം. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്, റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഓഡിറ്റ് ഫേമിൻ്റെ റെപ്യൂട്ടേഷൻ ക്ലയൻറ്റ് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കാരണം കൊണ്ട് അഫക്റ്റഡ് ആവോ എന്നുള്ള കാര്യമായിരിക്കും. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓഡിറ്റ് ഫേമിൻ്റെ റെപ്യൂട്ടേഷൻ ക്ലയൻറ്റ് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കാരണം കൊണ്ട് അഫക്റ്റഡ് ആവും എന്നുണ്ടെങ്കിൽ ആ കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയണം റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ. ഇനി ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റി, അതായത് എത്തിക്കൽ ത്രെഡ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ. കാരണം ഇൻ കേസ് എങ്ങാനും മാനേജ്മെൻറ്റ് ഇൻറ്റഗ്രിറ്റി അഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ബയസ്ഡ് ആയിരിക്കും. പോസിബിലിറ്റി ഓഫ് ഹാവിങ് മിസ്റ്റേക്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വിൽ ബി ഹൈ. നമ്മൾ കൺസിഡർ ചെയ്യുക. മണി ലോണ്ടറിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുക. കാരണം നമുക്കപ്പോൾ അവിടെ ഒഫൻസസ് ഉണ്ടാവാം. പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റ്, അതായത് ഓഡിറ്റ് ചെയ്യുന്ന ക്ലയൻറ്റിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തേക്കുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമാണെന്ന് നോക്കണം. ആഡിക്വറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ക്ലയൻറ്റ് തരാനായിട്ട് വില്ലിങ് ആവുമോ, അതായത് ആക്സസ് ടു ഓൾ ഇൻഫർമേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻ, അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ടു പേഴ്സൺസ് വിത്തിൻ ദ എൻറ്റിറ്റി. അതേപോലെ തന്നെ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞ കാര്യമായിരുന്നു ക്ലയൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ഇൻറ്റേർണൽ കൺട്രോൾസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം പ്രൊഫഷണൽ ക്ലിയറൻസ് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. ഒരു ക്ലയൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ഓഡിറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനാണ് പ്രൊഫഷണൽ ക്ലിയറൻസ് എന്ന് പറയാം. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഓഡിറ്ററുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിനെയാണ് പ്രൊഫഷണൽ ക്ലിയറൻസ് വിളിക്കുക. അപ്പോൾ ഈ പറയുന്ന ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എടുക്കാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് മാത്രമായിരിക്കില്ല, കോമൺ ആയിട്ടുള്ള എല്ലാ എൻഗേജ്മെൻറ്റിനും ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൻ്റെ കേസിൽ മാത്രമേ എഴുതാവുള്ളൂ. വേറെ ഏതെങ്കിലും എൻഗേജ്മെൻറ്റാണ് ചോദിക്കുന്നെങ്കിൽ ബാക്കിയുള്ള ഫാക്ടേഴ്സ് മാത്രം എഴുതിയാൽ മതി. ഈ ഫാക്ടേഴ്സ് എഴുതണം. ഇപ്പോൾ PFI എൻഗേജ്മെൻറ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും കോമൺ ആണ്, അത് എഴുതാം. പക്ഷേ പ്രൊഫഷണൽ ക്ലിയറൻസ് പ്രീ കണ്ടീഷനും എഴുതരുത്, അത് ഓഡിറ്റ് എൻഗേജ്മെൻറ്റിന് മാത്രമേ എഴുതാവുള്ളൂ. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ഫാക്ടേഴ്സ് എഴുതാന്ന് പറയുമ്പോൾ നേരെ കൊണ്ട് എഴുതി വെക്കരുത്. ലോജിക്കലി ആലോചിച്ച് നോക്കുക ഏതൊക്കെയാണ് സിനാരിയോ ബേസ്ഡ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്ന്, അത് മാത്രമേ എഴുതാവുള്ളൂ, എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. ഇനി ഇൻ അഡീഷൻ ടു ദാറ്റ് PFI എൻഗേജ്മെൻറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും PFI എൻഗേജ്മെൻറ്റിൻ്റെ കേസിൽ നമുക്ക് അവിടെ ഉള്ളൊരു അഡീഷണൽ റിക്വയർമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മാറ്റേഴ്സ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെൻറ്റ് ചോദിക്കും. അത് PFI എൻഗേജ്മെൻറ്റിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്, ഈ പറയുന്ന ഫാക്ടേഴ്സ് എഴുതണം. ഇറസ്പെക്റ്റീവ് ഓഫ് സിനാരിയോ ഈ പറയുന്ന ഫാക്ടേഴ്സ് എഴുതുക. അവിടെ നിങ്ങളോട് PFI എൻഗേജ്മെൻറ്റിനാന്ന് പറയില്ല, പകരം ഫോർകാസ്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഓഡിറ്റിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും ബിഫോർ അക്സെപ്റ്റിംഗ് ദാറ്റ് എൻഗേജ്മെൻറ്റ്. സോ ഫോർകാസ്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞ് ഇറ്റ്സ് PFI. ആ കേസിൽ നമ്മൾ ഇത് എന്താണെങ്കിലും കൺസിഡർ ചെയ്യണം, ബിക്കോസ് ആസ് പെർ സ്റ്റാൻഡേർഡ്സ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഓരോന്നും. അതായത് ഇൻറ്റൻറ്റഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്, അതേപോലെ തന്നെ ജനറൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണോ, നേച്ചർ ഓഫ് അസംഷൻസ് ഇവരെന്തൊക്കെ എടുത്തേക്കുന്നത്, അതായത് ബേസ്ഡ് ഓൺ പ്രൊജക്ഷൻ ആണോ ഫോർകാസ്റ്റ് ആണോ, എലമെൻറ്റ്സ് ഓഫ് ദി റിപ്പോർട്ട് എന്തൊക്കെയാണ്, അതായത് SOFP മാത്രമാണോ SOPL മാത്രമാണോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഉണ്ടോ, പീരീഡ് കവേർഡ് ബൈ ദ ഇൻഫർമേഷൻ, ബിക്കോസ് നമുക്കറിയാം പീരീഡ് കൂടുന്നതിനനുസരിച്ച് റിലയബിലിറ്റി ഓഫ് ദി എവിഡൻസ് കുറയും. അപ്പോൾ ഈ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബിഫോർ അക്സെപ്റ്റിംഗ് എ PFI എൻഗേജ്മെൻറ്റ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, അപ്പോൾ പ്രോപ്പർലി നിങ്ങൾക്ക് മനസ്സിലാവും. സോ വി ഹാവ് ഡിഡ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഡ്രാഗൺ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് വേണം നോക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവും എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെൻറ്റ്. ജസ്റ്റ് എ മൊമെൻറ്റ്. സോ നോക്കി മക്കളെ, ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് പാർട്ട് ബി, യൂസിങ് ദ സ്പെസിഫിക് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇവാലുവേറ്റ് ദ മാറ്റേഴ്സ് വിച്ച് ഷുഡ് ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് യുവർ ഫേം ബീങ് സക്സസ്ഫുൾ ഇൻ ടെൻഡർ. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കാണ് നമ്മൾ എന്തൊക്കെ മാറ്റേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്
before accepting audit engagement in the successful if the firm is being successful in the tender. അപ്പോൾ ഇവിടെ നമ്മളോട് ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നോർമൽ ഓഡിറ്റ് എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ആ കേസിൽ എന്തൊക്കെ മാറ്റേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിനാരിയോ നോക്കുക, സിനാരിയോനെ ബേസ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളോട് പറഞ്ഞു പേരൻറ്റ് കമ്പനിക്ക് 20 സബ്സിഡറീസ് ഉണ്ട്. ഓൾ ഓഫ് ഹും ആർ 100% ഓൺ ബൈ ദ കമ്പനി. ഹാഫ് ഓഫ് ദി സബ്സിഡറി സെയിം കൺട്രിയിലാണ്, ഹാഫ് ഓവർസീസ് ആണെന്ന് പറഞ്ഞു. ഓവർസീസ് സബ്സിഡറീസിന് അവരുടെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് ആണ്, അവർ ലോക്കൽ അക്കൗണ്ടിംഗ് റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ബേസ്ഡ് ഓൺ സിനാരിയോ നിങ്ങൾക്ക് എന്ത് പറയാം? ഫാക്ടേഴ്സ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് റിസോഴ്സ് അവൈലബിലിറ്റി പറയാം, ശരിയല്ലേ? അവിടെ നിങ്ങൾ എന്താ പറയേണ്ടത്? ബിഫോർ അക്സെപ്റ്റിംഗ് ദ ഓഡിറ്റ് എൻഗേജ്മെന്റ് we should consider whether we will be having adequate amount of resources to complete the audit engagement, because they are having more than 20 plus subsidiaries and half of the subsidiaries are in overseas country. So we should be considering whether we will be able to complete the audit engagement within the specified time period with the availability of our resources, and in case of available resources only auditor should accept the audit engagement. രണ്ടാമത് എന്ന് പറയാം, you can mention about professional competence. കാരണം എന്താ, half of the subsidiaries are foreign subsidiaries and they will be following their own financial reporting framework and they will be preparing the financials in accordance with local accounting rules. So the auditor should accept the audit engagement only if they are having sufficient knowledge about the local accounting rules as well as the financial reporting framework applicable to the foreign subsidiaries. ആ കാര്യം പറയാം. ഇങ്ങനെ ലോജിക്കലി സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പറയാൻ നോക്കുക. ക്ലിയർ അല്ല എല്ലാവർക്കും? സോ ഇതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ കിറ്റിൻ്റെ അകത്ത്. ഇപ്പം അങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും നോക്കുക. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ വോട്ടേഴ്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എടുത്തു. ആ വോട്ടേഴ്സിൻ്റെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് നോക്കിയേ, ഇവാലുവേറ്റ് ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെൻറ്റ് ടു റിവ്യൂ ആൻഡ് റിപ്പോർട്ട് ഓൺ വോട്ടേഴ്സ് കമ്പനീസ് PFI. സോ അപ്പോൾ ഇവിടെ എന്താ, PFIയുടെ റിപ്പോർട്ട് എൻഗേജ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ വേണം പറയാൻ? PFIയുടെ ഫാക്ടേഴ്സും പറയാം, ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ എന്ത് പറയണം, ഈ പറഞ്ഞേക്കുന്ന ഫാക്ടേഴ്സും പറയണം. പക്ഷേ അവിടെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യേണ്ട. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ റിപ്പോർട്ടിംഗ് ഫോമാറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഹൗ വി വിൽ ബി പ്രസൻറ്റിംഗ് അവർ ആൻസേഴ്സ് ഇൻ റിലേഷൻ ടു ദ മാറ്റേഴ്സ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെൻറ്റ്. സോ ഇങ്ങനെയായിരിക്കും മാറ്റേഴ്സ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇൻ അഡീഷൻ ടു ദിസ് അവർ നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക കാര്യമായിരിക്കും, വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എഗ്രി ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ജസ്റ്റ് എ മൊമെൻറ്റ്. സോ എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ നോർമലി എന്താ എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓഡിറ്ററും അതേപോലെ തന്നെ ക്ലയൻറ്റും തമ്മിൽ സൈൻ ചെയ്തേക്കുന്ന കോൺട്രാക്ട് ലെറ്ററിനെയാണ് എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്ന് വിളിക്കുക. അതായത് ഒരു ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക ഒരു എൻഗേജ്മെൻറ്റ് ലെറ്ററിൻ്റെ അകത്തായിരിക്കും. സോ മെയിൻലി ഒരു എൻഗേജ്മെൻറ്റ് ലെറ്ററിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഫ്യൂച്ചറിൽ ഒരു ഓഡിറ്ററും ക്ലയൻറ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും സ്കോപ്പും, ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി, മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഏത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, എക്സ്പെക്റ്റഡ് ഫോം ആൻഡ് കോണ്ടന്റ് ഓഫ് ദി റിപ്പോർട്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ ഇതാണ് എൻഗേജ്മെൻറ്റ് ലെറ്ററിൻ്റെ ബേസിക് കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇതിന് പുറമെ ഓഡിറ്റ് ഫീസിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു റെയർ ക്വസ്റ്റ്യൻ ആണ് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ടേംസ് ഓഫ് എൻ എൻഗേജ്മെൻറ്റ്. ഇത് 2020-21 കിറ്റിലുണ്ട്, പക്ഷേ നമ്മുടെ പുതിയ റിവിഷൻ കിറ്റ് ഇത് അവൈലബിളും അല്ല. സോ 2020-21 കിറ്റിനകത്ത് ഹോക്ക് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് എൻ എൻഗേജ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു എൻഗേജ്മെൻറ്റ് ലെറ്ററിൻ്റെ അകത്തായിരിക്കും അല്ലേ?
അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് എൻ എൻഗേജ്മെന്റ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഫോർ അക്സെപ്റ്റിംഗ് ദ ടേംസ് ഓഫ് എൻ എൻഗേജ്മെന്റ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് വേണം പറയാൻ. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഈ കോണ്ടന്റ് വേണം പറയാൻ ബിഫോർ എഗ്രീയിങ് ദ ടേംസ്. പക്ഷേ PFI എൻഗേജ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അഡീഷണലി ഇതിന് പുറമെ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച ISC ഈ പ്രകാരമുള്ള ഫാക്ടേഴ്സ് ഇല്ലേ, അതായത് ജനറൽ ആണോ ലിമിറ്റഡ് ആണോ, അതേപോലെ തന്നെ ഇൻറ്റൻറ്റഡ് യൂസ്, അതേപോലെ തന്നെ എലമെൻറ്റ്സ്, പീരീഡ് കവേർഡ്, ഈ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ PFIയുടെ ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എൻഗേജ്മെന്റ് ലെറ്ററിൻ്റെ കോണ്ടന്റ് പ്ലസ് ISAയുടെ ഫാക്ടേഴ്സ് പറയാം. നോർമൽ ഓഡിറ്റ് എൻഗേജ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എൻഗേജ്മെന്റ് ലെറ്ററിൻ്റെ കോണ്ടന്റ് മാത്രം പറഞ്ഞാൽ മതി. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് വി നീഡ് ടു കൺസിഡർ ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് എൻഗേജ്മെന്റ് ഓർ ബിഫോർ അക്സെപ്റ്റിംഗ് ടേംസ് ഓഫ് എൻ എൻഗേജ്മെന്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. So as I mentioned multiple time, it was not an actual class. പകരം നമ്മളിതൊരു മാരത്തൺ സെഷൻ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഓടിച്ചിട്ട് റിവൈസ് ചെയ്യായിരുന്നു. സോ ലിറ്ററലി വി ഹാവ് ക്വിക്ലി ഗോൺ ത്രൂ ഓൾ ദി ഏരിയസ് ആൻഡ് വി ഹാവ് ടച്ച്ഡ് എവറി ഏരിയ. സോ ഈ പറയുന്ന ക്വസ്റ്റ്യൻസും ഈ മെൻഷൻ ചെയ്ത ഏരിയാസും ഒക്കെ ഫെർദർ ചെയ്ത് നോക്കുക. സോ യു ഗെറ്റ് എ ബെറ്റർ പിക്ചർ ഓൺ ഓൾ ദി ടോപ്പിക് റിലേറ്റഡ് ഏരിയാസ്. But you can ensure one thing by attending this session that you have covered all the areas of the syllabus. So ഇത്രയാണ് മെയിൻലി നമുക്ക് സിലബസിൻ്റെ ഏരിയാസ് ഉള്ളത്. പിന്നെ നമുക്ക് ഫോറൻസിക് ഓഡിറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് അതൊക്കെ ചോദിക്കാം. സോ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ടുള്ള കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇതിൽ ഏത് താരം ചോദിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യാം, നമ്മൾ അഡീഷണലി നമ്മൾ നേരത്തെ പറഞ്ഞ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വെച്ച് തന്നെ ആലോചിച്ച് നോക്കുക. റിക്വയർമെൻറ്റ് എന്താ പറഞ്ഞേക്കാൻ നോക്കുക, സിനാരിയോ തന്നേക്കുന്നത് എന്താക്കുക, അക്കോർഡിംഗ്ലി ആൻസേഴ്സ് എഴുതി പോവുക. മക്കളെല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേപ്പറിൻ്റെ അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇമ്പോർട്ടൻസ് ഓഫ് SBR സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. സ്റ്റാൻഡേർഡ്സ് ഏറ്റവും പ്രോപ്പർലി റിവൈസ് ചെയ്യുക, ആൻസേഴ്സ് ഓരോന്നും എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ എവറി ഏരിയാസ് ഓഫ് ദി സിലബസ്. ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. ആൻഡ് നമ്മൾ സിലബസ് 3 സ്പ്ലിറ്റ് ചെയ്യുക. 1 50 മാർക്സിൻ്റെ ഏരിയ, 2 ലാസ്റ്റ് ഡേ നമ്മൾ പഠിച്ച റിപ്പോർട്ടിങ്ങിൻ്റെ ഏരിയ, 3 ഇപ്പം നമ്മൾ പഠിച്ച ഇന്നത്തെ ഏരിയ. ഇത് 3 ഏരിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ആൻഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഈ 3 ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഒരു ക്വസ്റ്റ്യൻ 50 മാർക്കിൻ്റെ അകത്ത് നോക്കുക, ഒരു ക്വസ്റ്റ്യൻ 25 മാർക്സിൻ്റെ അകത്ത് നോക്കുക, അതായത് റിപ്പോർട്ടിങ്ങിൻ്റെ ഏരിയ, ഒരെണ്ണം തേർഡ് ഏരിയ. നമ്മുടെ ക്ലാസ്സിൽ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും 50 മാർക്സിൻ്റെ 25 മാർക്സിൻ്റെ ഒക്കെ ഡിസ്കസ് ചെയ്ത് പോയതായിരുന്നു. ആൻഡ് നമ്മൾ പ്രോപ്പർലി ഇപ്പം ഓഫ്ലൈൻ ക്ലാസ്സസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ആൻസേഴ്സും എഴുതി ഓരോന്നും റിവ്യൂ ചെയ്ത് പോയതായിരുന്നു. ആൻഡ് ഓരോ ആൻസേഴ്സും അറ്റ്ലീസ്റ്റ് 2 times വെച്ച് നമ്മൾ എഴുതി പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അത് ചെയ്ത് നോക്കുക, ഏറ്റവും പ്രോപ്പർലി റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനിയും നമുക്ക് ക്വിക്ക് റിവിഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ റെഗുലർ ക്ലാസ്സിന് ഇനിയും നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഡൗട്ട് ക്ലിയറിങ്സും ഡിസ്കഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് പോവുക. എല്ലാവരും ഏറ്റവും പ്രോപ്പർലി പഠിക്കുക ആൻഡ് ഏറ്റവും നല്ലപോലെ എക്സാം പ്രിപ്പയർ ചെയ്യുക. ഈ മാരത്തൺ സെഷൻ ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഈ സെഷൻ്റെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് റെക്കോർഡിംഗ് അയച്ചു കൊടുക്കുക. യൂട്യൂബിൽ തന്നെ റെക്കോർഡിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ ക്ലാസ് ബെനിഫിഷ്യൽ ആയിരുന്നോ എന്നുള്ളതൊരു റിവ്യൂ ആയിട്ട് കമൻറ്റിൽ ഇടുക. സോ എല്ലാവരിലേക്കും ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഈ നോട്ട്സ് എല്ലാം ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ എടുക്കാം. ഡയറക്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. നോട്ട്സ് ഏതെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്താൽ മതി. സോ അതേപോലെ തന്നെ എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് എവ്രി വൺ. എല്ലാവരും ഏറ്റവും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക പേപ്പർ ആൻഡ് ഈ അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.